പാലെന്ന് പറയുന്ന പ്രോട്ടീനും ഫാറ്റും എന്ന് പറയുന്നത് നോൺ വെജ് അല്ലേ. ഒരു മൃഗത്തിൽ നിന്നും വരുന്ന ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ അതൊന്നും കണ്ടില്ല. മറ്റൊന്ന് അമ്മയുടെ പാല് കുടിച്ചിട്ടല്ലേ വളർന്നത്. അമ്മ വെജിറ്റേറിയനാണ്, അമ്മ വെജിറ്റബിളാണ്. അല്ലല്ലോ, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. വെജിറ്റേറിയൻസ് തൈര് കഴിക്കില്ലേ? തൈര് ഒരു സ്പൂൺ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ അതെന്താണ്? കംപ്ലീറ്റ് ജീവനുള്ള ബാക്ടീരിയ അല്ലേ. എന്നിട്ട് വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? ആ കൺസെപ്റ്റ് തെറ്റാ. ഇക്കോളജി വരുമ്പോൾ നമ്മളിപ്പോൾ ഇക്കോളജി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇക്കോളജി വരുമ്പോൾ ഇതൊന്നും ബാധകമല്ല. നമ്മുടെ എവല്യൂഷനിൽ ദോഷരഹിതമായത് ഏത് ഇത് നോക്കൂ. അതുകൊണ്ടാണ് നമ്മൾ മീൻ കഴിക്കാൻ അനുവദിക്കും, മീൻ കഴിക്കാനായിട്ട് അനുവദിക്കും. മീൻ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ഒരു കുഴപ്പമില്ല. അവിടുത്തെ കോഴിയായി കഴിഞ്ഞാൽ പ്രശ്നമാണ്, ആടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്, പശുവായി കഴിഞ്ഞാൽ അതിനേക്കാൾ പ്രശ്നമാണ്. ഇങ്ങനെ മേലോട്ട് പോകും. ഒരു വിഷയം മേലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ദോഷമാണ്. അങ്ങനെയാണ് നമ്മൾ എടുക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. അതിൽ ആദ്യത്തെ പഠിക്കുന്നത് കാലങ്ങൾ. കാലങ്ങളെന്ന് പറയുന്നത് പഠിക്കും. കാലം ഏത് കാലത്തെ പറ്റി അറിയാം. കാലങ്ങൾ ഏതൊക്കെയാണ്? അതിലെല്ലാവർക്കും അറിയാവുന്നൊരു കാലമുണ്ട്. ഏത് കാലമാണ്? കഷ്ടകാലം. അറിയാവുന്നൊരു കാലമാണ് കഷ്ടകാലം. ആ കാലത്തെ പറ്റിയല്ല നമ്മൾ പഠിക്കുന്നത്. കാലം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ. നമുക്ക് വർഷകാലമുണ്ട്, വേനൽക്കാലമുണ്ട്, കഷ്ടകാലമുണ്ട്. ഇതൊന്നും അല്ലാത്ത ചില കാലങ്ങളുണ്ട്. ഏതൊക്കെ കാലങ്ങളെ പറ്റി അറിയാം? കാലങ്ങളെന്നും അറിയാവുന്ന പറയുന്നുണ്ട്. ആശ്രമങ്ങളെന്നും രണ്ടെണ്ണം ഭാരതത്തിൻ്റെ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ആദ്യം പഠിക്കണം. കാരണം കാലചക്രം ആ ചക്രത്തിനനുസരിച്ച് സംസാര ചക്രം, അതിനനുസരിച്ചാണ് നമ്മളുടെ ജീവിത ചക്രം തിട്ടപ്പെടുത്തുന്നത്. കാലചക്രത്തിനനുസരിച്ചാണ് സംസ്കാര ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അനുസരിച്ച് വേണം നമ്മളുടെ ജീവിത ചക്രം തിട്ടപ്പെടുത്താൻ. അല്ലെങ്കിലാണ് ഈ കുഴപ്പം പറ്റുന്നത്. അതുകൊണ്ട് ആദ്യം പഠിക്കേണ്ടത് കാലങ്ങൾ ഏതൊക്കെയാണ്. ഏതൊക്കെ കാലം അറിയാലോ. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. അതുമല്ല, അത് വർഷകാലം നിങ്ങൾ പറഞ്ഞ പോലെയുള്ള കാലം. വേറെ ഏത് കാലം? നമ്മുടെ കാലങ്ങൾ, ശരീരത്തിൻ്റെ, മനുഷ്യ ശരീരത്തിൻ്റെ കാലങ്ങൾ. ബാല്യകാലം എന്നുണ്ട്. ബാല്യകാലം കേട്ടില്ലേ? ബാല്യകാലം എന്നുണ്ട്. വേറെ ഏത് കാലമുണ്ട്? യൗവനകാലമുണ്ട്. ഏതാണ്? കൗമാരകാലമുണ്ട്. പിന്നെ വാർദ്ധക്യകാലമുണ്ട്. പിന്നെ ഏത്? എത്രണ്ണായി? 4 എണ്ണമായി. ഇനി എത്ര കാലമുണ്ട്? ഇനി ഏതെങ്കിലും കാലം ഓർമ്മയിലുണ്ടോ? അതായത് നമ്മളെടുത്ത് ബാല്യകാലമുണ്ട്, കൗമാരകാലമായി, യൗവനകാലമായി, വാർദ്ധക്യകാലം. പിന്നെ ഏത് കാലം? ഗർഭകാലം എന്നൊന്നുണ്ട്. ഗർഭകാലം എന്നൊന്നുണ്ട്. വേറെ ആശ്രമങ്ങൾ വേറെ. ആശ്രമങ്ങൾ പഠിക്കാൻ പോലേ ഉള്ളൂ. കാലങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ കാലങ്ങൾ. ഇതെല്ലാം പറഞ്ഞാൽ ശരിയാണ്. ഗർഭകാലം എന്നുണ്ട്, ബാല്യകാലമുണ്ട്, ഇതിൻ്റെ ഇടയിലൊരു കാലമുണ്ട്. അതല്ല, ഗർഭകാലം, ശൈശവകാലം എന്ന് പറയുന്ന കാലം. ഇപ്പം എത്ര കാലങ്ങളാണുള്ളത്? 6 കാലങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ശരീരത്തിനെ 6 കാലങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് എന്നുള്ളത്. ഗർഭകാലം എത്ര നാളുണ്ട്? ഗർഭകാലം എത്ര പീരീഡ്? 9 മാസം വെച്ചു.
10 ദിവസമൊന്നും വേണ്ട നമുക്ക്. 9 മാസം ഗർഭകാലം, 9 മാസം. ശൈശവകാലമോ കിടത്തിയാൽ മലന്ന് അവിടെ കിടക്കും, കമർത്തിയാൽ അവിടെ കിടക്കും. അല്ല, ഗർഭകാലം അമ്മയുടെ വയറ്റിലാണ്. അമ്മയുടെ വയറ്റിൽ 9 മാസം. പിന്നെ ശൈശവകാലം 2 വർഷം ഇട്ടു. 2 വർഷം ശൈശവകാലം 2 വർഷം. ബാല്യകാലവും 9 വർഷം. അപ്പൊ എത്രയായി? 11 വർഷവും 9 മാസവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതാണ് പറയുന്നത്. 11 വർഷം എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ. 11 വർഷം 9 മാസം. കൗമാരകാലം, അതെ, ഇനി 11 കഴിഞ്ഞിട്ട് 11 വർഷം തന്നേക്കാം. ഇത് പണ്ടത്തെ കണക്കൊന്നുമല്ല, ഇത് നമ്മളുണ്ടാക്കുന്ന കണക്ക്. കണ്ട, നമ്മൾ തന്നെത്താൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കണക്കുകളാണ്. 11 വർഷം. യൗവനകാലം എത്ര വർഷം? 38 വർഷം തന്നേക്കാം. പോരെ? 38 വർഷം. എല്ലാം കൂടി കൂട്ടിയാൽ എത്ര വർഷം വന്നു? 38ഉം 22 എത്രയും? 60. 60-ന് മേലെന്താ? വാർദ്ധക്യകാലം. വാർദ്ധക്യകാലം. അങ്ങനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തെടുക്കുക. 9 മാസം ഗർഭകാലം, ശൈശവകാലം 2 വർഷം, ബാല്യകാലം 9 വർഷം, കൗമാരകാലം 11 വർഷം, യൗവനകാലം 38 വർഷം, വാർദ്ധക്യകാലം 60-ന് മേൽ. വാർദ്ധക്യകാലം, പിന്നെ വാർദ്ധക്യകാലം. ഇപ്പൊ കാലങ്ങൾ പിടികിട്ടിയോ? കാലങ്ങൾ ഇങ്ങനെയാണ് കാലങ്ങൾ. ഇനി ആശ്രമങ്ങളുണ്ട്. ആശ്രമങ്ങൾ, കാലങ്ങളും ആശ്രമങ്ങളും. അതിലേതൊക്കെ അറിയാം? ആശ്രമങ്ങളിൽ ഏതൊക്കെ? ഭാരതത്തിൽ ജനിച്ചവരാണ് ആലോചിക്കണം. ഏത്? ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, പിന്നെ വാനപ്രസ്ഥം. നമ്മളെവിടെയാണ് കേൾക്കണേ? സന്യാസം, പിന്നെ ഹംസം, ഹംസം എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരു ആശ്രമമുണ്ട്. പരമഹംസം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥം. ഗൃഹസ്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. വീട് വരണമാണ് ഗൃഹസ്ഥം. വാനപ്രസ്ഥം എന്നൊരു ആശ്രമമുണ്ട്. സന്യാസമുണ്ട്. വാനപ്രസ്ഥം കഴിഞ്ഞാൽ സന്യാസം. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും എങ്ങോട്ട് പോകും? വാനപ്രസ്ഥം കഴിഞ്ഞാൽ സന്യാസമാണ് ഉള്ളത്. അതല്ല, അതൊന്നുമല്ല. ഇത് വീട്ടിലിരുന്ന് തന്നെ എല്ലാം ചെയ്യും. വാനപ്രസ്ഥവും വീട്ടിലിരുന്ന് ചെയ്യാം, സന്യാസവും വീട്ടിൽ. കാട്ടിൽ പോകണമെന്നുള്ള ഒരു നിർബന്ധമില്ല. എന്തിനാണ് കാട്ടിൽ പോയെന്നുള്ളതാണ്. കാട്ടിലെ ഉണ്ടായിരുന്നത് പഞ്ചഭൂതങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും എന്തിനാണ് ഈ കാട്ടിൽ പോകുന്നതെന്നുള്ളത്. അതായത് പഞ്ചഭൂതങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട സൂക്ഷ്മമായ ഒരന്നം. പഞ്ചഭൂതങ്ങൾ 5 അന്നങ്ങളാണ്. അതിൽ സൂക്ഷ്മ അന്നം, അതിസൂക്ഷ്മമായ അന്നം എന്ന് പറയുന്നത് ശബ്ദം. പ്രകൃതിയുടെ സ്വാഭാവികമായ ശബ്ദം. അതൊരന്നാണ്, കഴിക്കുന്ന ഒരന്നമാണ്. മറ്റൊന്ന് അഗ്നിയാണ്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ, ആ കാടിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ AC ക്ലൈമറ്റ് അങ്ങനെ. അതുകൊണ്ടാണ് അത് കാട്ടിലേക്ക് പോകുന്നത്. കാട്ടിലേക്ക് പോകുന്നത് വേറെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ച് വരുമ്പോഴത്തേക്ക്
നമുക്ക് മനസ്സിലാകും പ്രപഞ്ച സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തുന്ന മാർഗം വഴി ഏതാണെന്ന്. നമ്മളിലേക്ക് പ്രപഞ്ചം ഒരുപാട് സന്ദേശങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഈശ്വരൻ ഒരുപാട് സന്ദേശങ്ങൾ ഇങ്ങനെ ഓരോ നിമിഷവും തരുന്നുണ്ട്. ആ സന്ദേശങ്ങൾ എവിടുന്നാണ് കിട്ടുക എന്നുള്ളതാണ്. കറക്റ്റായിട്ടുള്ള സന്ദേശങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കാട്ടിക്കോട്ടെ. അത് ഓക്സിജനിലൂടെ തരുന്നുണ്ട്, ഭക്ഷണത്തിലൂടെ തരുന്നുണ്ട്, വെള്ളത്തിലൂടെ തരുന്നുണ്ട്. എല്ലാത്തിലൂടെയും വെള്ളം കുടിക്കുമ്പോൾ വെള്ളം മാത്രമല്ല തരിക, വെള്ളത്തിലൂടെ ഒരു സന്ദേശം കൂടി തരും. ഒരു മാങ്ങ തിന്നുമ്പോൾ മാമ്പഴം മാത്രമല്ല തരിക, ആ മാമ്പഴത്തിലൂടെ പ്രപഞ്ച സന്ദേശം കൂടി തരുന്നുണ്ട്. ആപ്പിൾ കഴിക്കുമ്പോൾ ആപ്പിളിലൂടെ ഒരു സന്ദേശം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ആ ആപ്പിൾ എടുത്ത് പുഴുങ്ങിയാൽ സന്ദേശം പോകും, ആപ്പിൾ കിട്ടും. മനസ്സിലായില്ലേ? സന്ദേശം കിട്ടണം. അതിനാണ് വിധിച്ച അന്നം എന്നൊക്കെ പറയുന്നത്. നമ്മൾ പതുക്കെ പഠിക്കാം. അപ്പൊ ഇതില് സന്യാസം കഴിഞ്ഞിട്ട് ഹംസത്തിന്റെ പ്രത്യേകത എന്താ? ഹംസം നിങ്ങൾ വെള്ളവും പാലും കൂടി മിക്സ് ചെയ്ത് ഹംസത്തിന് കൊടുത്താൽ അതിൽ നിന്നും വെള്ളം മാറ്റി പാല് മാത്രം കുടിക്കാൻ അറിയാവുന്ന ആളാണ് ഹംസം. മനസ്സിലായില്ലേ? ആ ഹംസത്തിന്റെ അവസ്ഥയിലേക്ക് മനുഷ്യൻ വരും. നിങ്ങൾ എന്ത് കൊടുത്താലും ശരി, അതിനകത്ത് ശരി മാത്രം എടുക്കുന്ന തിരിച്ചറിവ് വന്നൊരു ഘട്ടമാണ്. ആ ആശ്രമമാണ് ഹംസം. ലോകം മുഴുവൻ ഒന്നടങ്കം എതിർത്താലും ഇതിൽ നിന്നും പാല് വേർതിരിച്ചെടുക്കും, ശരി വേർതിരിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സാധനമാണ്. എല്ലാവർക്കും എന്തും പറയാം, പക്ഷെ അതിന് എടുക്കേണ്ടത് ഏതാണ്, തള്ളിക്കളയേണ്ടത് ഏതാണെന്ന് തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയുന്നത്? അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന സാധനം. ഹംസം, പരമഹംസം. നമ്മൾ കേട്ടില്ലേ? ശ്രീരാമകൃഷ്ണ പരമഹംസം. അതൊരവസ്ഥയാണ്, മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ഹംസത്തിനേക്കാളും കൂടിയ അവസ്ഥയാണ്. അപ്പോൾ ഹംസം പരമഹംസമായാൽ പിന്നെ പറന്നു പോകാൻ തയ്യാറാണ്. എങ്ങോട്ട് പറക്കണം, എപ്പോൾ പറക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളാണ്. എപ്പോഴാണ് നമുക്ക് പറന്നു പോകേണ്ടത്, ഇടം വിട്ടു പോകേണ്ടത് എപ്പോഴാണെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് പറന്നു പോകാൻ തയ്യാറാകുന്ന ആൾക്കാരുടെ അവസ്ഥയിലേക്ക് എത്തണം. അല്ലാതെ നെഞ്ചത്തെടുത്ത് കരഞ്ഞിട്ടല്ല ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടത്. സന്തോഷത്തോടെ ചെയ്യാൻ പറഞ്ഞു വിട്ട കർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ട് എൻ്റെ ഡ്യൂട്ടി ഈ ഭൂമിയിലെ ഈ കാലത്തെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകാൻ കഴിയും. അല്ലാതെ എഴുന്നേക്കാൻ മേലാതെ വളഞ്ഞു കുത്തി കിടന്ന് കരഞ്ഞ് പിടിച്ചു പോകാനുള്ളതല്ല ആ മനുഷ്യൻ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഏതെല്ലാം കാലങ്ങൾ കൂടിയിട്ടാണ് നോക്കിയത്? ബ്രഹ്മചര്യം ശൈശവവും ബാല്യവും കൗമാരവും. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഗർഭകാലമുണ്ട്, അതിനകത്ത് ഗർഭകാലമുണ്ട്, ശൈശവകാലമുണ്ട്, ബാല്യകാലമുണ്ട്, കൗമാരകാലമുണ്ട്. എല്ലാം കൂടി എത്ര വരെ വരും? 22 വർഷവും 9 മാസവും ബ്രഹ്മചര്യകാലം. അതായത് ഗർഭകാലം അധികം, ശൈശവകാലം അധികം, ബാല്യകാലം അധികം, കൗമാരകാലം. 9 + 2 + 9 + 15 22 വർഷവും 9 മാസവും. ഈ ആശ്രമകാലത്ത് എന്താണ് നമ്മുടെ വിദ്യ ശേഖരിക്കേണ്ട സമയം, അറിവുകൾ ശേഖരിക്കേണ്ട സമയമാണ്. അറിവ് നേടാനുള്ള ഒരു ആശ്രമമാണത്. അറിവുകൾ നേടിയെടുക്കണം. എപ്പോൾ മുതലാണ്? ഗർഭാവസ്ഥയിൽ എത്രാമത്തെ മാസം മുതൽ? 5-ാം മാസം. 5-ാം മാസം മുതൽ 5 മാസമാകുമ്പോൾ, അമ്മയുടെ വയറ്റിൽ 5 മാസമാകുമ്പോൾ കാതിൻ്റെ സ്ഥാനത്ത് 2 സുഷിരങ്ങൾ വീഴും. അപ്പോൾ തൊട്ട് കുഞ്ഞ് കേട്ടു തുടങ്ങും. അപ്പോൾ തൊട്ട് അറിവ് നേടിയെടുക്കേണ്ടതാണ്.
അറിവ് പകർന്നു കൊടുക്കണം. അപ്പോൾ തൊട്ട് അറിവ് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ അറിവുകളെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് നേടിയെടുക്കുന്ന അറിവുകളെ പിന്നീട് ആർക്കും തിരുത്താൻ പറ്റില്ല. ആർക്കും അത് തിരുത്തി കുറിക്കാൻ പറ്റില്ല. അവരവർ വിചാരിച്ചാൽ ഇത് തിരുത്താൻ പറ്റില്ല. അപ്പോൾ ആ അറിവ് കൊടുക്കണം. ഇതിൽ 2 അറിവുകളും നേടിയെടുക്കണം. ഈ 22 വർഷത്തിനുള്ളിൽ 2 അറിവുകൾ, ഭൗതിക ശാസ്ത്രവും ആത്മീയ ശാസ്ത്രവും നേടിയെടുക്കണം. അതായത് ഭൗതിക അറിവുകളും നേടിയെടുക്കണം, ആത്മീയ അറിവുകളും നേടിയെടുക്കണം. 22 വർഷം വേണ്ടി. ഇന്നത്തെ നമ്മളുടെ വിദ്യാഭ്യാസം അതിൻ്റെ പേരെന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം? എന്തിനാണ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നത്? എന്തിനാണ് നമ്മൾ സ്കൂളിൽ കുട്ടികളെ വിടുന്നത്? സബ്ജക്റ്റ് എങ്ങനെ തിരഞ്ഞെടുക്കുക? ഏത് സബ്ജക്റ്റിൽ വിടണം എന്നെങ്ങനെയാണ് തീരുമാനിക്കുക? അതെ, പേരൻസിന് ഇഷ്ടം തോന്നുന്നത് ഏത് സബ്ജക്റ്റായിരിക്കും? സ്കോപ്പ് നോക്കിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഏതിനാണ് സ്കോപ്പ് എന്ന് നോക്കിയിട്ടാണ് ആ കൊച്ചിൻ്റെ ഇഷ്ടമോ അനിഷ്ടമോ, ഇത് താല്പര്യമോ ആസനയോ ഒന്നും നോക്കിയിട്ടല്ല. നമ്മൾ കൊണ്ടുപോയി കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നു, സ്കൂള് പാസ്സായി കോളേജിൽ ചേർക്കുന്നു, വേണമെങ്കിൽ കൂട്ടിന് പോയി താമസിച്ച് പാലായിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് എത്ര വീട്ടിൽ അച്ഛനും അമ്മയും ജോലി ലീവ് എടുത്തിട്ട് വന്ന് കൂടി താമസിച്ചിട്ട് കുഞ്ഞിനെ എൻട്രൻസ് കോച്ചിങ് ക്യാമ്പിലേക്ക് വിടുമെന്ന് അറിയാം. എല്ലാവരും ജോലി കളഞ്ഞു പോയി എന്ന് എനിക്ക്. കാരണം അവർ പഠിപ്പിക്കുന്നു എന്തിനു വേണ്ടി? ജോലി എന്തിനു വേണ്ടിയിട്ടാണ്? ജോലി എന്തിനാണ്? കാശുണ്ടാക്കി കുറേ കാശ് നല്ലോണം കിട്ടിയിട്ട് ഭക്ഷണത്തിനുള്ള നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കാൻ, സുഖമായിട്ട് ജീവിക്കാൻ, അല്ലേ? ഭൗതിക സാഹചര്യങ്ങൾ കൂടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പത്തിനായി അപ്പം സമ്പാദിക്കാനായിട്ട് ഉള്ള ജോലിയാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഈ വിദ്യാഭ്യാസത്തിൻ്റെ പേരാണ് കേവല വിദ്യാഭ്യാസം. ഇന്ന് ലോകം മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമാണ്, അറിവിന് വേണ്ടിയിട്ടല്ല. നീ പോയി അറിവ് സമ്പാദിച്ചിട്ട് വരാനല്ല, ജോലിക്ക് വേണ്ടി മാത്രമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് കേവല വിദ്യാഭ്യാസം. അതോടൊപ്പം എന്തുകൂടി വേണം? അത് വേണ്ടെന്നല്ല, ജോലി വേണം, വരുമാനം ഉണ്ടാക്കാനുള്ള വഴി തെളിയണം, ഒപ്പം തന്നെ എന്തുകൂടി വേണം? വിജ്ഞാന വിദ്യാഭ്യാസം കൂടി വേണം. വിജ്ഞാനം വേണം. വിജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താ? വിജ്ഞാനം ബ്രഹ്മ. ഈശ്വര വിശ്വാസവും അതെന്താണ്, ഏതാണ്? ആത്മീയ ജ്ഞാനം കൂടി നേടിയെടുക്കണം. ഇത് രണ്ടും ഒരേപോലെ നേടിയെടുക്കേണ്ട കാലഘട്ടമാണ് ഈ 22 വയസ്സുവരെയുള്ള ബ്രഹ്മചര്യം. സകല അറിവുകളും പഠിച്ച ശേഷമാണ് അടുത്ത ആശ്രമത്തിലേക്ക് കുട്ടികളെ വിട്ടുകൊണ്ടിരുന്നത്. അടുത്തത് ഏതാണ്? ഗൃഹസ്ഥം. അതായത് ഇതൊന്നും പഠിക്കാതെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കയറിയാൽ എന്തായിരിക്കും അവസ്ഥ? അടിയായിരിക്കും. മനസ്സിലായില്ലേ? കാരണം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കില്ല. ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കാതെ ആണ് കുടുംബജീവിതത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ട് എല്ലാ അറിവുകളും നേടിയിട്ട് വേണം ഗൃഹസ്ഥത്തിലേക്ക് പോകാൻ. ഇവിടെ നമ്മൾ പ്രകൃതിയുടെ ഒരു ചക്രം, പുനരാവർത്തന ചക്രമുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പുനരാവർത്തന ചക്രം. ഓരോ 11 വർഷം കൂടുമ്പോഴും പ്രകൃതിയിൽ ഒരു പുനരാവർത്തന ചക്രമുണ്ട്. ഈ ചക്രം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് പുനരാവർത്തന ചക്രം. ഓരോ 11 വർഷം കൂടുമ്പോഴും ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഇതെങ്ങനെ അറിയാൻ പറ്റും? ഈ പുനരാവർത്തന ചക്രം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തിയിട്ടുള്ളതാണ്, പഠനം നടക്കുന്നതാണ്.
തടികളിലെ ഗ്രെയിൻസ് ഇല്ലേ, തടികളിൽ മങ്ങി വരുന്ന ഗ്രെയിൻസ് ഇല്ലേ, ഈ ഗ്രെയിൻസ് നോക്കി പഠനം നടക്കും. അതായത് ഓരോ വർഷവും ഗ്രെയിൻസ് ഒരു ചെറിയ വരയാണെങ്കിൽ അടുത്ത വർഷം അത് അല്പം കൂടി വലുതാകും, പിന്നീട് അല്പം കൂടി വണ്ണം ഉണ്ടാകും, പിന്നീട് കുറേ വണ്ണം ഉണ്ടാകും. 11 വയസ്സായി 11 വർഷമാകുമ്പോൾ ഏറ്റവും കട്ടി കൂടിയ ഗ്രെയിൻസ് വരും. വീണ്ടും ആ ഗ്രെയിൻസ് ചുരുങ്ങി ആദ്യത്തെ പോലെ വരും. വീണ്ടും ഇങ്ങനെ പലരാവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചക്രമൂടെ നടക്കുന്നുണ്ട്. മരങ്ങളിൽ ഇത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മനുഷ്യരിലുമുണ്ട്. ഈ പുനരാവർത്തന ചക്രം മനുഷ്യരിലും ഉണ്ട്. മനുഷ്യരിൽ കൊച്ചു ജനിച്ച് 11 വർഷമാകുമ്പോൾ ഈ 11ാമത്തെ വർഷം കുട്ടികൾ മെച്ചുവറാകും. പെൺകുട്ടികൾ മെൻസസ് ആകും. 11 വർഷം മെൻസസ് ആകും. ആൺകുട്ടികൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് മെച്ചുവറാകും. ആൺകുട്ടികളിൽ രോമവളർച്ച ഉണ്ടാകും, ശബ്ദം മാറും. പെൺകുട്ടികളിൽ മെൻസസ് ആകും. ഇത് ഈ 11ാം വയസ്സിൽ നടക്കുന്ന കാര്യമാണ്. ഇത് നടക്കാനുള്ള കാര്യം നടക്കുന്നത് അവരുടെ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യപ്പെടും. 11ാമത്തെ വയസ്സ് ഇത് കഴിഞ്ഞാൽ ഇവരുടെ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യും. ഈ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും പങ്കില്ല. ഒരു മനുഷ്യനും അതിനകത്ത് യാതൊരുവിധ പങ്കുമില്ല. ഇത് പ്രകൃതി ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇത് മനുഷ്യന് മാത്രമല്ല, സകല ജീവജാലങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യിക്കും. മനുഷ്യരിലും അത് ചെയ്യുന്നുണ്ട്. എന്നാൽ മനുഷ്യർ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, കുട്ടികളുടെ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ പ്രശ്നം പരിഹരിക്കും. ആജ്ഞാകേന്ദ്രം എന്ന് പറഞ്ഞാൽ ബുദ്ധി കേന്ദ്രം. സന്നിധാന ധ്യാനം പഠിപ്പിച്ചിരിക്കുന്നതിനാണ്. സന്നിധാന ധ്യാനം ചെയ്യാൻ പറഞ്ഞതാണ്. ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യണം. ഇത് ആർക്കാണ് ചെയ്യാൻ പറ്റുക? ആർക്കാണ് ചെയ്യാൻ പറ്റുക? അമ്മയ്ക്ക് മാത്രം. ഒരമ്മയ്ക്ക് മാത്രമാണ് ഇത് പറ്റുക. അതായത് ഈ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇവിടെ ഒരു പുനരാവർത്തന ചക്രം നടക്കുന്നുണ്ട്. വേറെ എവിടെ പുനരാവർത്തന ചക്രം നടക്കുന്നു? ഈ ഒരു പുനരാവർത്തന ചക്രം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ചന്ദ്രനിൽ ഒരു വൃത്തിക്ഷയങ്ങളുണ്ട് ഇല്ലേ? എത്ര ദിവസം കൂടുമ്പോഴാണ്? ഓരോ 14 ദിവസം കൂടുമ്പോഴും കറുത്ത വാവും വെളുത്ത വാവും, വീണ്ടും കറുത്ത വാവും വെളുത്ത വാവും, വീണ്ടും കറുത്ത വാവും വെളുത്ത വാവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതൊരു വൃത്തിക്ഷയങ്ങളാണ്. വൃത്തിക്ഷയങ്ങൾ ചന്ദ്രനിൽ നടക്കുന്നുണ്ട്. ഈ ചക്രം നടക്കുന്നുണ്ട്. പുനരാവർത്തന ചക്രമാണിത്. സൂര്യനിലും ഇതുണ്ട്. സൂര്യനിൽ ഇത് നടക്കുന്നുണ്ട്. സൂര്യനിൽ 45 വർഷമാണ്. 45 വർഷം സൂര്യൻ്റെ യൗവനകാലം എന്ന് പറയാം. പിന്നീടുള്ള 45 വർഷം സൂര്യൻ്റെ വാർദ്ധക്യകാലം എന്ന് പറയാം. ഓരോ 45 വർഷം കഴിയുമ്പോഴും ഒരു മാറ്റം. 90 വർഷം കഴിയുമ്പോഴും മൊത്തത്തിലൊരു മാറ്റം. വീണ്ടും യൗവനകാലത്തിലേക്ക് മാറും. അതുകൊണ്ടാണ് 90 വർഷത്തിലൊരിക്കൽ ഇവിടെ ഒരു ആഗോള കാലാവസ്ഥ മാറ്റം സംഭവിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ഭൂമിയിൽ മൊത്തം വെള്ളപ്പൊക്കമാകാം. ചിലപ്പോൾ വെള്ളപ്പൊക്കമായിരിക്കും, ശക്തമായ വെള്ളപ്പൊക്കമായിരിക്കും, അല്ലെങ്കിൽ വരൾച്ചയായിരിക്കും. ഏതായാലും ഒരു പുതിയ കാലാവസ്ഥ പാറ്റേണിലേക്ക് ഓരോ 90 വർഷം കഴിയുമ്പോഴും ഭൂമി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ 90 വർഷം കഴിയും. നമ്മളത് ചിലപ്പോൾ 100 വർഷം മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അല്ല, 18
ആറ്റിങ്ങൽ ഒരെണ്ണം നടന്നു. 99 വെള്ളപ്പൊക്കത്തിൽ ആടുകൾ, മാടുകൾ, കോഴികൾ, താറാവ് ചത്തുമലച്ച് നടക്കുന്നതും കാണാം. ആരായിരുന്നത് കാണിച്ചിരുന്നത്? എന്നാ മനോഹരം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി, എന്നാ മനോഹരം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അമ്പലപ്പറമ്പുകളിലുണ്ടായിരുന്നു. അതൊരു കൂടാണ്. ആ കൂടിനകത്ത് അവരൊരു സ്ലൈഡ് ഇടും. ഒരു വശത്ത് നമുക്ക് കണ്ണ് വെച്ച് നോക്കാം, മറുവശത്ത് സ്ലൈഡ് ഇട്ടിട്ട് ലൈറ്റ് അടിക്കും. അപ്പോൾ ഇത് കാണും. ഇതിന് പൈസ കൊടുക്കും. അമ്പലപ്പറമ്പിൽ എല്ലാവരും നടന്ന് കാണുന്ന ഒരു സാധനമായിട്ട് സ്ലൈഡിലൂടെ അന്ന് കാണിക്കുന്നതാണ് ഈ 99 വെള്ളപ്പൊക്കം. 99 വെള്ളപ്പൊക്കം. അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളപ്പൊക്കം. 90 വർഷം കഴിയുമ്പോൾ ഇത് സംഭവിച്ചിട്ടേയിരിക്കും. ഇതിനൊന്നും ആരെയും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമില്ല. ഇത് സംഭവിച്ചിട്ടേയിരിക്കും. പക്ഷേ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നും അതിനെ അതിജീവിക്കാനുള്ള പ്രാപ്തി നേടിയെടുത്തില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റാണത്, പ്രകൃതിയുടെ കുറ്റമല്ല. മനസ്സിലായില്ലേ? ഈ പുനരാവർത്തന ചക്രം ഇവിടെ നടക്കുന്നുണ്ടെന്നും ഈ പുനരാവർത്തന ചക്രം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ മാറ്റം, ടെമ്പറേച്ചറിൻ്റെ മാറ്റം, വെള്ളപ്പൊക്കം, ഇതിനെ അതിജീവിക്കാനുള്ള കരുത്ത് മനുഷ്യൻ ഉൾപ്പെടെ സകല ജീവജാലങ്ങളും നേടിയെടുത്തു കൊള്ളണം. മനുഷ്യനിത് ബോധപൂർവം ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ഇത്രയും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മാറ്റം സംഭവിച്ചത് ഏത് പീരീഡാണ്? ഈ അടുത്ത് 2018 ഒരു വെള്ളപ്പൊക്കം കുറിച്ചു വെച്ചു. ഇനി ഇത് ശക്തി പ്രാപിച്ച് 45 വർഷം ഇങ്ങനെ വന്നിട്ട് പിന്നെ അത് റെഡ്യൂസ് ചെയ്ത് പിന്നെ ഒരു 45 വർഷം, ഒരു 90 വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടൊരു മൊത്തത്തിലുള്ള ഒരു അടി, മൊത്തത്തിലുള്ള മലയാള മാസമാണ് ഈ 99 മലയാള പൊക്കത്തിലെ ആടുകൾ മാടുകൾ പറയും. ഞാൻ നോക്കിയിട്ടത് ഇന്ന് നോക്കാം. അതുകൊണ്ട് 1918 നമുക്ക് ഒരു 2018 ഒരു ഏത് ഇവിടെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നതല്ല, മൊത്തത്തിലൊരു കാലാവസ്ഥ മാറ്റം വരും ലോകം മുഴുവൻ. അതെ, ഇപ്പൊ ഗൾഫിൽ വെള്ളം പൊങ്ങിയില്ലേ, ഇപ്പൊ അമേരിക്കയിൽ ചിലടത്ത് വെള്ളം പൊങ്ങിയില്ലേ, പലയിടത്തും ഇത് മാറ്റം വരും. അതായത് കാലാവസ്ഥ ഒരു പാറ്റേൺ നിലനിൽക്കുന്നത് 90 വർഷമേ ഉള്ളൂ. 90 വർഷം കഴിഞ്ഞാൽ വേറൊരു പാറ്റേണിലേക്ക് മാറും. അപ്പോൾ ആ പാറ്റേണിൽ നമ്മൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ബോധപൂർവം നമ്മൾ വേണ്ട സാധനങ്ങൾ ചെയ്ത് പിടിപ്പിച്ച് എടുത്തു കൊള്ളണം. അല്ലെങ്കിൽ നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കണം. മനസ്സിലായി? സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കണം. അതായത് കാലാവസ്ഥ ചിലപ്പോൾ മഴ വന്നില്ലെന്ന് വരും. മഴ ഇവിടെ തന്നെ പെയ്യാൻ ഉതകുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ മാറ്റിയെടുത്തിരിക്കണം. അല്ലെങ്കിൽ നമുക്കത് അവിടെ ജീവിക്കാൻ കൊള്ളാത്ത ഒരിടമായി തോന്നും. അത് പ്രകൃതിയുടെ കുഴപ്പമല്ല, മനുഷ്യരെല്ലാവരും അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിനെ ഒന്ന് റീഷഫിൾ ചെയ്തിട്ട് ഇക്കോളജിക്കൽ ബാലൻസ് പ്രകൃതി കൊണ്ടുവരും. അപ്പോൾ എന്തായിരിക്കും വരിക? ഒരു നല്ല പകർച്ചവ്യാധി ഇങ്ങനെ വരും. എന്നിട്ട് എന്തായിരിക്കും ചെയ്യുക? കുറേ എണ്ണത്തിനെ അങ്ങ് കൊണ്ടുപോകും. എണ്ണം കുറയ്ക്കാനുള്ള നടപടി അവിടെ. അപ്പം അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കണം. മരുന്നിനെ ആശ്രയിച്ചായിരിക്കരുത് നിലനിൽക്കണം. ആൻറ്റിബയോട്ടിക്കിനെ ആശ്രയിച്ചായിരിക്കരുത് നിലനിൽക്കേണ്ടത്. സ്വന്തം പ്രതിരോധ ശക്തി കൊണ്ട് നിലനിൽക്കാൻ നമ്മൾ പ്രാപ്തി നേടിയെടുത്ത്, അല്ലെങ്കിൽ പ്രകൃതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാണ്ടാകും. വരും. ഈ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? 2006 ചിക്കൻ ഗുനിയ വന്നപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞു 2017-18 ഒരടിയിരിപ്പുണ്ട്. അത് കാര്യമായി കൊള്ളാതെ പോയി. നിപ്പ വന്നിട്ട് കാര്യമായി നമ്മൾ ബാധിക്കാതെ പോയി. 2017 വന്നു. പക്ഷേ നിപ്പായെ തുടർന്ന് നമുക്ക് കോവിഡ് വന്നു.
ഇനി 2017, 2011, 2028 ശക്ത 28, 29, 30 ചിലപ്പോൾ അങ്ങോട്ട് മാറും. ഒരു ശക്തമായ അടി, വൈറസിൻ്റെ ഒരു അറ്റാക്ക് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. കാരണം ഈ കാലചക്രം പഠിക്കണമുണ്ടാണ്, ഇതിൻ്റെ ചക്രം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഓരോ 11 വർഷം കഴിയുമ്പോഴും, ഇപ്പോൾ കോവിഡ് വന്നു, കോവിഡ് വന്നിട്ട് ഒരു 11 വർഷം കഴിയുമ്പോൾ കോവിഡിൻ്റെ ചേട്ടൻ വൈറസ് ചേട്ടൻ വരുന്നത്. അപ്പൊ ചേട്ടൻ വൈറസിനെ അതിജീവിക്കാൻ ആര് പ്രാപ്തി നേടിയെടുത്തിരിക്കണം? നമ്മൾ നേടിയെടുത്തിരിക്കണം. കോവിഡ് എന്ന് പറയുന്നത് ഒരു സൂചനയാണ്, ഒരു മുന്നറിയിപ്പാണ്. ഞങ്ങൾ വരുന്നു, നിങ്ങൾ തയ്യാറായില്ലോ എന്നാണ് പറഞ്ഞേ. നമ്മളത് കേട്ടില്ലെങ്കിലോ ഒരുപാട് പേര് വാഷ് ഔട്ട് ചെയ്തായിരിക്കുമ്പോൾ. ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് 12 വയസ്സിൽ മച്ചുറാണ്. 12 വയസ്സിൽ മച്ചുറ. ഈ 11 വർഷവും 30 മാസവും കഴിഞ്ഞാൽ 12ാമത്തെ വയസ്സിൽ മച്ചുറാണ് എന്ന് പറഞ്ഞാൽ അവർ കല്യാണം കഴിക്കാൻ ഉള്ള പരുവത്തിലേക്ക് എത്തി. ആൺകുട്ടികളുടെ കാര്യത്തിൽ 16ാം വയസ്സാണ്. 16 വയസ്സ്. 16ാം വയസ്സിലാണ് അവർ കറക്റ്റ് മച്ചുറാകുന്നത്. എന്നാൽ പെൺകുട്ടികളുടെ അണ്ടം പൂർണ്ണ വളർച്ച എത്താൻ 4 വർഷം എടുക്കും. ആൺകുട്ടികളുടെ ബീജവും പൂർണ്ണ വളർച്ച എത്താൻ 4 വർഷം എടുക്കും. അപ്പോൾ കല്യാണം കഴിക്കാനുള്ള വർഷം ഏതാണ്, വയസ്സ് ഏതാണ്? അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. കല്യാണം കഴിക്കാൻ ആപ്റ്റായിട്ടുള്ള വർഷം ഏതാണ്? 12, 4, 16. 16ആണ് എക്സാക്ട്. ആൺകുട്ടികളുടേതോ 20. ഇതാണ് എടുക്കേണ്ടത്. 27ാമത്തെ വയസ്സിലാണ് കുട്ടികൾ കല്യാണം കഴിക്കണമെങ്കിലോ ഒറ്റ വർഷം ജീവിക്കില്ല. ഒരു വർഷം പോലും തീർത്ത് ജീവിക്കണില്ല ഒരുമിച്ച്. അതിന് കാരണം ഇതാണ്. ഇതിന് കറക്റ്റ് ഏജ് എടുക്കാതെയാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. എന്താ നമ്മൾ കണക്കിലെടുക്കണേ? ഒരു ജോലി ആകട്ടെ, വരുമാനമാകട്ടെ, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കാമെന്നാണ് വിചാരിക്കണം. കല്യാണം കഴിക്കുന്ന ജോലിയെ ആശ്രയിച്ചിട്ടല്ല വേണ്ടത്. മനസ്സിലായില്ലേ? ഇതെപ്പോഴാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ? ഏറ്റവും ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ പെൺകുട്ടികളെ സംബന്ധിച്ച് 16ാം വയസ്സും ആൺകുട്ടികളെ സംബന്ധിച്ച് 20ാം വയസ്സും. കല്യാണം കഴിച്ചിട്ട് പഠിക്കുക, ജോലി മേടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യും. ഫസ്റ്റ് പ്രിഫറൻസ് അനന്തര തലമുറയാണ്. ഏറ്റവും കരുത്തുറ്റ തലമുറയെ സൃഷ്ടിക്കാനാണ് പ്രകൃതി പറയുക. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യിക്കണം. എന്നാൽ കുട്ടികൾ സുഖമായിട്ട് ജീവിക്കൂടെ? സുഖമായിട്ട് ജീവിക്കും. കാരണം ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്ത് തോന്നിയതുപോലെ മൃഗങ്ങളെപ്പോലെ പോകാനല്ല, അതിനു മുമ്പ് ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യണം. ഒരു കുട്ടിയുടെ ജനനം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യത്തെ ജനനം. 9 മാസം കഴിഞ്ഞിട്ട് ഒരു ജനനം, പുറത്തേക്ക് വന്നു ഒരു ജനനം, 11ാം വയസ്സിൽ മറ്റൊരു ജനനം. അപ്പോൾ ആദ്യത്തെ അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം വേർപെടൽ, പൊക്കിൾക്കൊടി ബന്ധം വേർപെടലാണ്. ഇതേമാതിരി തന്നെ മറ്റൊരു പൊക്കിൾക്കൊടിയുണ്ട്, കാണാത്ത പൊക്കിൾക്കൊടി. അത് മനസ്സിൻ്റെ പൊക്കിൾക്കൊടിയാണ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും പൊക്കിൾക്കൊടി ബന്ധം 11ാമത്തെ വയസ്സിലെ വേർതിരിക്കും. അത് കഴിഞ്ഞാൽ അമ്മയുടെ കൺട്രോളിൽ കുട്ടികൾ നിൽക്കില്ല. പലരും ഇത് ചെയ്തിട്ടുള്ള ഡൈവോഴ്സ് ആയിട്ടുള്ള കേസിൽ എനിക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ കുട്ടി അമ്മയുടെ കസ്റ്റഡിയിൽ തന്നെ നിൽക്കുന്നു. നിൽക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിൽക്കില്ല. 11 വയസ്സ് കഴിഞ്ഞാൽ തിരിയും. ഒരു സ്ത്രീയാണ്, പിന്നെ മറ്റൊരു സ്ത്രീയാണ്, അമ്മയും കുഞ്ഞുമല്ല, മറ്റൊരു സ്ത്രീയാണ്. നിൽക്കില്ല. അപ്പോൾ അതിനുള്ളിൽ സെറ്റിൽ ചെയ്തെടുക്കണം. അങ്ങനെയാണ് ഞാൻ എത്ര എണ്ണം സെറ്റിൽ ചെയ്തെടുക്കുന്നത്. ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അമ്മ വിചാരിക്കുന്നതും കുഞ്ഞ് വിചാരിക്കുന്നതും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യാൻ ആര് പരിശ്രമിച്ചാൽ മതി? അമ്മ പരിശ്രമിച്ചാൽ മതി.
11 വയസ്സിനുള്ളിൽ ചെയ്തിരിക്കണം. ഇത് കുട്ടി 11 വയസ്സിന് മുമ്പ് ചെയ്തിരിക്കണം. അപ്പോൾ അമ്മ ആജ്ഞാകേന്ദ്രത്തിൽ അത് നമ്മുടെ സന്നിധാന ധ്യാനം ചെയ്തുകൊണ്ടിരുന്നാൽ കുഞ്ഞ് സന്നിധാന ധ്യാനം ചെയ്യുന്നതിന് തുല്യമാണ്. പിടികിട്ടിയില്ലേ? എന്നിട്ട് അമ്മ വിചാരിക്കുന്നു എൻ്റെ കുഞ്ഞ് യേശുദാസിനേക്കാളും നന്നായിട്ട് പാടുന്ന ഒരു കുഞ്ഞായിരിക്കണമെന്ന് അമ്മ പ്രഗ്നൻസി പീരീഡിൽ മുതൽ ധ്യാനിച്ചാൽ അതായിരിക്കും ഏറ്റവും ഈ ഭൂമിയിലെ ഏറ്റവും സൗന്ദര്യമുള്ള കുഞ്ഞായിരിക്കണമെന്ന് അമ്മ വിചാരിച്ചാൽ അതായിരിക്കും ആക്കണം. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ശാസ്ത്രജ്ഞനാകണം, ഈ ഭൂമിയെ മുഴുവൻ രക്ഷിക്കാൻ ഉതകുന്ന ഒരു കുഞ്ഞാകണമെന്ന് അമ്മ വിചാരിച്ചാൽ ആ കുഞ്ഞതായിരിക്കും. അമ്മയാണ് തീരുമാനിക്കുന്നത്. അമ്മയാണ് പ്രധാനം. അച്ഛനല്ല. അച്ഛൻ ഒരു പങ്കുമില്ല, പിന്നീട് ഒരു പങ്കുമില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആ പദവി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈൻ മദർ എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. ഡിവൈൻ മദറിനെ പറ്റി തന്നെ ഒരു ക്ലാസ് അന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഡിവൈൻ മദറിനെ പറ്റി ടീച്ചർ വന്ന് ക്ലാസ് എടുക്കും. ഒരു ദിവസത്തെ ക്ലാസ് അതായിരുന്നു ഡിവൈൻ മദർ. കാരണം മനുഷ്യകുലത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന അതിന്. മനുഷ്യൻ ഈ ഭൂമിയിൽ നിലനിൽക്കണോ വേണ്ടേ, നിലനിൽക്കാനാവുമോ ഇല്ലേ എന്നുള്ളതിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് അമ്മയാണ്, സ്ത്രീയാണ്. സ്ത്രീ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് നമ്മൾ എടുക്കുക. ഒരു ഡിവൈൻ കുഞ്ഞിന് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഒരു ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു ഡിവൈൻ ശരീരത്തിന് മാത്രമേ കഴിയൂ. പിറന്നു വീഴുന്ന സകല കുഞ്ഞുങ്ങളും ഡിവൈനാണ്. സകല കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുമ്പോൾ ഡിവൈൻ അല്ലാതാകുന്നുവെങ്കിൽ നമ്മൾ അവർക്ക് നൽകിയ വിദ്യാഭ്യാസവും അന്നവും തെറ്റിപ്പോയി എന്നുള്ളത്. ഇത് രണ്ടും നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് ഈ ഭൂമിയെ മുഴുവൻ രക്ഷിക്കാൻ ഉതകുന്ന അനന്തര തലമുറകളെ വാർത്തെടുക്കേണ്ട ജോലി ആരുടേതാണ്? അതിന് വേണ്ട നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ജോലി ആരുടേതാണ്? വാനപ്രസ്ഥീകരണതാണ്. മനസ്സിലായില്ലേ? അതിനാണ് വാനപ്രസ്ഥ കോഴ്സ്. മനസ്സിലായില്ലേ? താഴെ 60 വയസ്സിന് താഴെയുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, നമുക്ക് പറ്റിയത് പറ്റാതിരിക്കാൻ, അവർക്ക് പറ്റാതിരിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ നേരായ പാതയിലേക്ക് കൊണ്ടുവരേണ്ട ജോലി വാനപ്രസ്ഥീകരണ ജോലിയാണ്. അതായത് ഒരു പുത്തൻ സമൂഹത്തെ സൃഷ്ടിക്കേണ്ട ജോലി വാനപ്രസ്ഥീകരുടേതാണ്. ജീവിത അനുഭവമുള്ളവരുടേതാണ്. 60 വയസ്സാകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിവ് നേടിയെടുത്തു കഴിഞ്ഞു അനുഭവത്തിലൂടെ. അതിന് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും നല്ലതിനെ പരിപോഷിപ്പിക്കാനും വേണ്ട നടപടികൾ ചെയ്യണം. അല്ലാതെ 60 വയസ്സായി, ഞാൻ പെൻഷനായി, ഞാനിനി കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുകയാണ്, ഞാനിനി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കാനല്ല. മനസ്സിലായില്ലേ? ഇറങ്ങി പ്രവർത്തിച്ചേ പറ്റൂ. കാരണം സാമൂഹ്യ മാറ്റം ഉണ്ടായേ വരും. സമൂഹത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് സൊല്യൂഷൻ എടുക്കണം. നിലവിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും നമുക്ക് പോരാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? നിലവിൽ നമ്മൾ കുറേ ശാസ്ത്രങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബോട്ടണി ഉണ്ട്, ബയോളജി ഉണ്ട്, സുവോളജി ഉണ്ട്, മാത്തമെറ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്സ്, ഒരുപാട് ശാസ്ത്രശാഖകൾ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ കയ്യിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ് ടെക്നോളജി വെച്ചിട്ട് ലോകത്തിലേക്ക്. എന്നിട്ട് നമ്മൾ മെച്ചപ്പെട്ടോ മോശപ്പെട്ടില്ലേ? മോശപ്പെട്ടുവെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? അർത്ഥം എന്താണ്? നമ്മൾ കയ്യിലെടുത്ത ശാസ്ത്രത്തിൻ്റെ അർത്ഥം എന്താണ്? ശാസ്ത്രത്തിന് എന്തൊക്കെയോ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ അത് ശാസ്ത്രമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? നിലവിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും മനുഷ്യനിൽ പോരായ്മയുണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയതെടുക്കണം. മനസ്സിലായില്ലേ? നിലവിലുള്ളതെല്ലാം പരാജയപ്പെടുമ്പോൾ പുതിയ ഒന്നിനായുള്ള മുറവിളി ഉയരണം.
പുതിയ ഒന്നിനായുള്ള മുറവിളിയുടെ പേരാണ് അല്ല, നിലവിലുള്ളതെല്ലാം പരാജയപ്പെടുമ്പോൾ പുതിയ ഒന്നിനായുള്ള മുറവിളിയുടെ പേരാണ് വിപ്ലവം. മനസ്സിലായില്ലേ? അതാണ് വിപ്ലവം. അല്ലാതെ ബസ്സിന് കല്ലെറിയണതല്ല, ട്രെയിനിന് കല്ലെറിയണതല്ല, ടീച്ചറിന്റെ കസേര തല്ലിപ്പൊട്ടിച്ച് കത്തിക്കുന്നതിലല്ല. മനസ്സിലായില്ലേ? ഇതൊന്നുമല്ല വിപ്ലവം എന്ന് പറയണേ. വിപ്ലവം എന്ന് പറഞ്ഞാൽ പുതിയത് കണ്ടെത്തുക എന്നുള്ളതാണ്. നിലവിലുള്ളത് പോരാതെ വന്നിരിക്കുന്നു, പുതിയ ഒന്നിനായുള്ള മുറവിളി ഉയരണം, അത് കണ്ടെത്തണം, അത് നടപ്പിലാക്കണം. അതാണ് വിപ്ലവം. നിലവിലുള്ള അറിവിൽ നിന്നും അറിയാത്ത മേഖലയിലേക്കുള്ള പ്രയാണമാണ് വിപ്ലവം. വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നിലവിലുള്ളതെല്ലാം പോരാതെ പറഞ്ഞാൽ പുതിയ ഒന്നിനായി നമുക്ക് മുറവിളി ഉയരണം. നിലവിലുള്ള അറിവിൽ നിന്നും അറിയാത്ത മേഖലയിലേക്കുള്ള പ്രയാണം, അതാണ് വിപ്ലവം. അപ്പൊ നമ്മളാരായിരിക്കും? നമ്മളാരാണ്? വിപ്ലവകാരികളാണ്. വിപ്ലവകാരികളാകണമെന്നാണ് നമ്മൾ പറയുക. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിപ്ലവകാരികളാകണം. എല്ലാവരും വിപ്ലവകാരികളാകണം. എങ്കിലേ സംഗതി നടക്കൂ. എന്നിട്ട് ബാക്കിയുള്ളവരെ കൂട്ടിച്ചേർത്ത് ഒരു നേരായ വഴിയിലേക്ക്, ഒരു പുത്തൻ സാമൂഹ്യ സംവിധാനം രൂപപ്പെടും. പുതിയൊരു സാമൂഹ്യ സംവിധാനം. എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെ കറക്റ്റ് ചെയ്യണം. വിദ്യാഭ്യാസത്തിൽ പ്രശ്നങ്ങളുണ്ട്, എന്ത് ചെയ്യണം? ഇപ്പോൾ സ്കൂളിൽ പോകുന്നതിൽ പ്രശ്നങ്ങളുണ്ട്, അതിനെന്താ ചെയ്യേണ്ടത്? ചിലർ ചെയ്യണത് എന്താണെന്ന് അറിയാം? ഈ സ്കൂൾ വേണ്ട എന്നൊരു ഓപ്ഷൻ. വേറെ എന്താ ഓപ്ഷൻ ഉള്ളത്? നല്ല ബെറ്റർ സ്കൂൾ ഉണ്ടാക്കുക. ഇതിലേതാ വേണ്ടേ? സ്കൂളിൽ വിടാതിരിക്കുകയാണോ വേണ്ടത്? ബെറ്റർ സ്കൂൾ ഉണ്ടാക്കുക. കുടുംബത്തിൽ അടിയും തല്ലുവാണ്. അതുകൊണ്ട് ഒരു കൂട്ടർ തീരുമാനിക്കും കുടുംബം വേണ്ട. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ലിവിങ് ടുഗദറായി മതി എന്ന് കുറേ പേര് തീരുമാനിക്കും. എന്നാൽ കുടുംബം തന്നെ ബെറ്റർ കുടുംബമാക്കാനുള്ള വഴിയുണ്ട്. ഏതാ വേണ്ടേ? ഏതാ തിരഞ്ഞെടുക്കണ്ടേ? ബെറ്റർ കുടുംബത്തിൽ ചില പോരായ്മകളുണ്ട്, ഇല്ലെന്നുള്ളതല്ല. ആ പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ബെറ്റർ കുടുംബമാക്കി മാറ്റുക. കാരണം സമൂഹത്തിൻ്റെ ഒരു സെല്ല് എന്ന് പറയുന്നത് കുടുംബമാണ്. ആ സെല്ലിൻ്റെ ആരോഗ്യമാണ് സമൂഹത്തിൻ്റെ ആരോഗ്യം. ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ ആരോഗ്യമാണ്. കുടുംബത്തിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം. അപ്പോൾ കുടുംബം വേണ്ടെന്ന് പറഞ്ഞാലോ ആരുടെ ആരോഗ്യമാണ് തകരുക? നമ്മുടെ ആരോഗ്യം പോവും, സമൂഹത്തിൻ്റെ ആരോഗ്യം പോവും, കൂട്ടയിടിയാകും, തോന്നിയാസാകും. തന്നിഷ്ടത്തിലേക്ക് വഴിവെക്കും. ഇല്ലേ? അതല്ലേ പറയുക. അതായത് സ്വാതന്ത്ര്യം കൂടിയേ കഴിയൂ. സ്വാതന്ത്ര്യം കൊടുക്കണം. കാരണം സ്വാതന്ത്ര്യം സൃഷ്ടിപരമാണ്, ക്രിയാത്മകമാണ്. ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പുതിയതൊക്കെ സൃഷ്ടിക്കാൻ പറ്റൂ, ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ പറ്റൂ. പക്ഷേ സ്വാതന്ത്ര്യത്തിനൊരു കുഴപ്പമുണ്ട്, അത് തന്നിഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തന്നിഷ്ടം നാശോന്മുഖമാണ്. തന്നിഷ്ടത്തിലേക്ക് പോയാൽ അത് നാശമുണ്ടാക്കും. സ്വാതന്ത്ര്യം കൊടുത്താൽ അത് സൃഷ്ടിപരമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന് തന്നിഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിനെന്താ പറയുക? അവിടെയാണ് ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്താൽ പിന്നെ മനുഷ്യൻ വഴിതെറ്റി പോകാതിരിക്കാൻ, തന്നിഷ്ടത്തിലേക്ക് പോയി വീണ് നാശം വരുത്താതിരിക്കാൻ അവൻ്റെ ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനം. ഇതാണ്. അതായത് ബിഗിനിങ് തൊട്ട് പ്രശ്നം നോക്കുകയാണ്. എവിടെയാണ് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നം സംഭവിച്ചത്,
എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത് എന്ന് പടിപടിയായി നോക്കി വരികയാണ്. അപ്പം നമുക്ക് ഒരെണ്ണം കഴിഞ്ഞു, ബ്രഹ്മചര്യം അല്ലേ? ബ്രഹ്മചര്യം കഴിഞ്ഞു. അടുത്തത് ഏതാണ്? ഗൃഹസ്ഥം. എത്ര വർഷമുണ്ട് ഗൃഹസ്ഥം? എത്ര വർഷം വേണം? എത്ര വർഷം വേണം? കുടുംബത്തിൽ ഒരു ഗൃഹത്തിന് 20ാമത്തെ വയസ്സിൽ 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് കുടുംബം എത്ര വർഷം? അടിയും തല്ലും ആകണതിന് മുമ്പ് 38 വർഷം യൗവനകാലം മുഴുവൻ. 38 വർഷം ഗൃഹസ്ഥം. ഒരു ഗൃഹസ്ഥാശ്രമി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചെയ്യണം എന്നുള്ളത് മുഴുവൻ എന്ന് പഠിച്ചു തീർക്കും. ബ്രഹ്മചര്യാശ്രമത്തിൽ ഇത് മുഴുവൻ പഠിപ്പിച്ചിട്ടാണ് ഗൃഹസ്ഥത്തിലേക്ക് കയറുക. എന്തെല്ലാം ചെയ്യണം, ആരെയെല്ലാം സംരക്ഷിക്കണം, എങ്ങനെയെല്ലാം സംരക്ഷിക്കണം, എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം കുട്ടികളെ. ഈ ആശ്രമകാലത്ത് ആണ് എന്തെല്ലാം വരും. ഗൃഹസ്ഥാശ്രമകാലത്ത് കല്യാണം വരും, ജോലി, എന്തെങ്കിലും ഒരു തൊഴിൽ, വീട് വേണം, കല്യാണം കഴിഞ്ഞ് മക്കളായി, മക്കളുടെ പഠനം വേണം, അവരുടെ കല്യാണം. ഇതൊക്കെ നടക്കേണ്ടത് 38 വർഷത്തിനുള്ളിൽ നടക്കേണ്ട കാര്യമാണ്. അവരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യത്തിൽ ഇടപെടരുത്. കാരണം നമ്മുടെ ജോലി കഴിഞ്ഞു. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? കല്യാണം കഴിഞ്ഞാൽ അവരുടെ മക്കളുടെ മേലുള്ള പിടി വിടില്ല. ഒട്ടുമിക്ക കുടുംബത്തെ അടിയുടെ കാര്യമില്ല. അതായത് എപ്പോഴും ബഹളവും അടിയായിട്ട് നിൽക്കാൻ കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജോലി കഴിഞ്ഞു, നമ്മുടെ ജോലി കഴിഞ്ഞു. അവരുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ഇടപെടരുത്. പണ്ട് കാലത്ത് കല്യാണം കഴിഞ്ഞു പോയാൽ വേറൊരു വീട്ടിലേക്കാണ് ചെല്ലണത്. ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ ഇത്തിരി സമയമെടുക്കും. അവിടുന്ന് വഴക്കിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ പ്രതികരണം? നിന്റെ വീട്ടിൽ പോയിക്കോട്ടെ, നിന്നെ കല്യാണം കഴിച്ച് വിട്ട വീട്ടിൽ പോയി അവൻ ചെറുപ്പം കയറില്ല. ഇന്നെന്താ പറഞ്ഞു കൊടുക്കണം? അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു മുറുമുറുപ്പ് കണ്ടാൽ നീ അപ്പം ഫോൺ ചെയ്തോണം, ഞങ്ങൾ വണ്ടി ആയി ഇങ്ങോട്ട് പോകുന്നല്ലേ അപ്പം കൊടുക്കാൻ. കുടുംബത്തിൻ്റെ ആരോഗ്യം തകരാൻ വേറെ വല്ല കാര്യമുണ്ടോ? പെറ്റമ്മമാർ സകലരും പോറ്റമ്മമാരായി പരിവർത്തനം ചെയ്യണം. മനസ്സിലായില്ലേ? കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പെറ്റമ്മയ്ക്ക് അവിടെ സ്ഥാനമൊന്നുമില്ല. പെറ്റമ്മമാര് പോറ്റമ്മമാരാകണം. പോറ്റമ്മമാർ അവിടെ നിന്നും ജഗദമ്പമാരാകണം. ജഗത്തിൻ്റെ അമ്മമാരായി മാറും. പരിവർത്തനം നടക്കണം. ഇന്ന് കംപ്ലീറ്റ് അവരുടെ മേലിൽ കയറി എത്ര കുടുംബങ്ങളാണ് താറുമാറാക്കണമെന്നറിയാം. എത്ര കുടുംബങ്ങൾ അവരവരുടെ കാര്യം നോക്കിക്കോളും. കമ്പനി തല്ലി അവർ തീർത്തോളും. എങ്ങനെയുണ്ടെന്നുള്ളത് അവർ തീർത്തോളും. നമ്മൾ കയറി അതിനെ ഇടപെട്ട് നമ്മുടെ ആശയങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അവരിലൂടെ നടപ്പിലാക്കാൻ നോക്കുമ്പോഴാണ് അവരുടെ കുടുംബം കുളം പോകുന്നത്. ഒരു കാരണവശാലും അതായത് ഈ ഇതിൽ കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ അവരായി അവരുടെ പാടായി എങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെല്ലാം സഹായിക്കാൻ പറ്റും. അവരുടെ ഒരു പ്രശ്നങ്ങളുണ്ടായാൽ എന്തെല്ലാം സഹായിക്കാൻ പറ്റുമോ അത് പുറമേ നിന്നും സഹായിക്കുക. അവരുടെ വീടിനകത്തേറി അവരുടെ വീട് കൊളാക്കരുത്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഗൃഹസ്ഥം. ഇനി 60 ഇനി വാനപ്രസ്ഥം. എത്ര വയസ്സ് മുതൽ എത്ര വരെ? വാനപ്രസ്ഥം 60 വയസ്സ് മുതൽ 70 വയസ്സ്. 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെ വാനപ്രസ്ഥ കാലഘട്ടമാണ്. ഈ ആശ്രമമാണ്. ഈ ആശ്രമത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പുതിയ സമൂഹം, ഒരു പുത്തൻ സമൂഹത്തെ ഡിസൈൻ ചെയ്യുന്നത്.
ഇങ്ങനെ വന്നാൽ ഇത് ശരിയാകും, ഇങ്ങനെ വന്നാൽ ഇത് ശരിയാകും, ഇങ്ങനെ വന്നാൽ ഇത് ശരിയാകും എന്ന് സമൂഹത്തിന് സന്ദേശങ്ങൾ കൊടുക്കലാണ്. ഇത് ജോലി നമ്മുടേതാണ്, നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. വാനപ്രസ്ഥം 60 മുതൽ 70 വയസ്സ് വരെ. വാനപ്രസ്ഥം എന്ന നമ്മുടെ കോഴ്സിന് പേരിട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് 60-70 ഇടയ്ക്കുള്ളവർക്ക് പഠിക്കാനല്ല. ആർക്ക് വേണേലും പഠിക്കാം. നമ്മുടെ അവിടെയൊക്കെ ഏറ്റവും 18 വയസ്സ് മുതൽ വന്ന് പഠിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് പഠിക്കുന്നു. പുതിയ ഒരു സാമൂഹിക സംവിധാനം രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. കാരണം കുറച്ചുകൂടി മെച്ചപ്പെട്ട നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ പഠിക്കില്ലേ? സംതൃപ്തിയും സമാധാനവും സന്തോഷവും സുസ്ഥിരവും സുരക്ഷിതവും സുന്ദരവും സമ്പന്നവും സ്വതന്ത്രവുമായ ഒരു സാമൂഹ്യ സംവിധാനം എങ്ങനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം, ഇന്നത്തെ കണ്ടീഷനിൽ നിന്നുകൊണ്ട് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള. പക്ഷെ നമ്മളത് പതുക്കെ 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 പഠിച്ച് എടുക്കണം. പതുക്കെ സമൂഹത്തിലേക്ക് അത് പകർന്നു കൊടുക്കാൻ നമ്മളാലാവുന്നത് വിധം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇനി വാനപ്രസ്ഥം കഴിഞ്ഞ് സന്യാസം എത്ര വയസ്സ് വരെ കൊടുക്കാം? മറ്റേത് 60 മുതൽ 70 വരെയാണ്. 70 മുതൽ 80 എടുക്കും, 10 വർഷം കൊടുക്കാം സന്യാസം. ഈ സന്യാസ കാലഘട്ടത്തിലാണ് നാളിതുവരെ സമൂഹത്തിലേക്ക് എത്തപ്പെടാത്ത അറിവുകൾ, പ്രാപഞ്ചിക അറിവുകൾ സ്വീകരിച്ച് വാനപ്രസ്ഥർക്ക് കൊടുക്കണം. വാനപ്രസ്ഥർക്ക് കൊടുക്കണം. നാളിതുവരെ കിട്ടിയിട്ടില്ല സമൂഹത്തിന്. പുത്തൻ അറിവുകൾ ശേഖരിച്ചെടുത്ത് വാനപ്രസ്ഥർക്ക് കൊടുക്കേണ്ട ഒരു കാലഘട്ടം, ആ ശ്രമം. ഇപ്പൊ ഞാനിവിടെ നിൽക്കുകയാണ്, നിങ്ങളുടെ പ്രയോഗത്തിലെവിടെ? ഞാനെവിടെ നിൽക്കണം? എനിക്ക് 78ആയി. ഞാനെവിടെ നിൽക്കണം? സന്യാസത്തിലാണ് നിൽക്കണം. ഞാൻ സന്യാസത്തിലേക്ക് പോകേണ്ട സമയമായില്ലേ? എന്തേ പോകാത്ത? വാനപ്രസ്ഥത്തിൽ പഠിപ്പിക്കാൻ ആളില്ല നിൽക്കണം. അല്ലല്ല. അപ്പൊ ഇതിനകത്ത് ഒരു 8-10 എണ്ണമെങ്കിലും വാനപ്രസ്ഥം കോഴ്സ് എടുക്കാൻ പ്രാപ്തി നേടിയെടുത്തുകൊള്ളണം എന്നല്ലേ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ പറ്റില്ല. എൻ്റെ ജോലി എന്താ? പുതിയ അറിവ് മേടിച്ചെടുക്കേണ്ട ജോലിയാണ്. അത് അതിലേക്ക് തല പോകാൻ പോലും പറ്റില്ല. കാരണം വാനപ്രസ്ഥയുടെയും ഗൃഹസ്ഥരുടെയും ആശ്രമത്തിലെയും പ്രശ്നങ്ങൾ തീർന്നിട്ടല്ലേ അതിനകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. ആ പ്രശ്നം ഇങ്ങനെ വന്നിട്ടേ ഇരിക്കട്ടെ, എല്ലാ ദിവസവും ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും. അപ്പോൾ ഏറ്റെടുത്ത് വളരണം. പ്രാപ്തിയുള്ള എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും. കാരണം ഇത് സിമ്പിളല്ലേ, സിമ്പിൾ സാധനമാണ്, നമ്മുടെ ഉള്ളിലുള്ളതാണ്. അത് സുഖമായിട്ട് ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട്. സന്യാസം ഹംസം 80 മുതൽ 90 വരെ. അത് നേരത്തെ പറഞ്ഞു, പാലും വെള്ളവും തമ്മിൽ വേർതിരിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി നേടിയെടുക്കുന്ന കാലഘട്ടം. അതിനുള്ളിൽ 90-ന് മേൽ പരമഹംസമാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നതിൻ്റെ ജോലികൾ തീർന്നു കഴിഞ്ഞാൽ വീഴും. പരമഹംസം എപ്പോൾ വേണമെങ്കിലും പറന്നു പോകുന്ന ഒരു അവസ്ഥ. എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്? ആരാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത്? എന്തോ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചിരിക്കുക. ആരാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടത്? ആരിലൂടെയാണ് നമ്മളിവിടെ വന്നത്? അമ്മയച്ഛനിലൂടെയാണ് നമ്മളിവിടെ വന്നത്. ആരാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടത്? എങ്ങനെ അറിയാൻ പറ്റുക? അമ്മയും അച്ഛനും കൂടി നമ്മളെ ഈ ഭൂമിയിലേക്ക് എത്തിച്ചു. അമ്മയുടെ അമ്മ അച്ഛനും കൂടി അവരെ ഈ ഭൂമിയിലേക്ക് എത്തിച്ചു. പുറകോട്ട് പൊക്കൽ കൂടി ബന്ധം തൊട്ട് പോയാൽ ആരുടെ ചെന്ന് നിൽക്കും? ഒടുവിൽ ഒരു ആദി മാതാവും ആദി പിതാവും. ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും സകല മനുഷ്യർക്കും ഈ ഭൂമിക്കും സർവ്വതിനും ഒരു ആദി മാതാവും ആദി പിതാവുമുണ്ട്. എല്ലാവരും അതിനകത്ത് നിന്ന് കണ്ണിയായി ഇങ്ങോട്ട് വന്നതാണ്. അവരുടെ അഭിലാഷം എന്തായിരിക്കാം?
ആ അഭിലാഷം എന്താണോ അത് നടപ്പിലാക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആദിമാതാവിൻ്റെയും ആദി പിതാവിൻ്റെയും അഭിലാഷം നടപ്പിലാക്കി കിട്ടാൻ തലമുറകളായി നമ്മൾ എവല്യൂട്ട് ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. എന്താണ് അവരുടെ അഭിലാഷം? അവരുടെ അഭിലാഷം എന്താണ്? അതിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവരുടെ അഭിലാഷം ആനന്ദമാണ്. ആനന്ദം. ആനന്ദിക്കാനും ആനന്ദിപ്പിക്കാനുമായാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല. ഇവിടെ ആനന്ദിക്കണം. ആനന്ദിക്കാൻ മാത്രം പോരാ, ആനന്ദിപ്പിക്കുകയും ചെയ്യണം. ആരെ? എല്ലാവരെയും. മനുഷ്യരെ മാത്രം മതിയോ? മനുഷ്യരെ മാത്രം മതിയോ? ജീവജാലങ്ങളെ മുഴുവൻ. എന്തുകൊണ്ട്? ഈ ജീവജാലങ്ങളുടെ ആദി പിതാവും ആദി മാതാവും ആരാണ്? നമ്മളുടെ തന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ജീവജാലങ്ങളെല്ലാം നമ്മളെ സംബന്ധിച്ച് ആരാണ്? ആരാണ്? സഹോദരങ്ങളല്ലേ? ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും നമ്മളുടെ സഹോദരനും സഹോദരിയല്ലേ? മൃഗങ്ങളെല്ലാം നമ്മുടെ സഹോദരനും സഹോദരിയല്ലേ? ഈ ഭൂമിയും ഭൂമിയിലെ സർവ്വതും ഗ്രഹങ്ങളും സർവ്വതും എല്ലാം നമ്മളുടെ സഹോദരനും സഹോദരിയുമാണ് അല്ലേ? ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വന്നിട്ടില്ല. എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. ഇതാണ് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കൻ പാർലമെന്റിൽ ചെന്ന് ഒറ്റ അഡ്രസ് ചെയ്തത്. എന്താ ചെയ്ത്? സഹോദരി സഹോദരന്മാരെ വിളിച്ചപ്പോൾ അമേരിക്കൻ സദസ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എന്താണെന്ന് അവർക്ക് മനസ്സിലായി. വേണ്ട സ്വാമികൾ അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അവർക്ക് മനസ്സിലായോ? അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എന്തോ ശരിക്കെന്തോ അവർക്കിട്ട് സഹോദരി സഹോദരന്മാരെ എന്ന് വിവേകാനന്ദ സ്വാമികൾ വിളിച്ചത് ആദി മാതാവിൻ്റെയും ആദി പിതാവിൻ്റെയും മക്കളാണ് ഈ ഭൂമിയിലെ സകല മനുഷ്യരും സകല മൃഗങ്ങളും എന്ന് അറിഞ്ഞുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ വിളിച്ചത്. അതാണ് അവർക്ക് അത്രമാത്രം ഏൽപ്പിച്ചത്. ഇത് അമേരിക്കൻ ജനത, ഇപ്പോഴത്തെ അമേരിക്കൻ ജനത അവിടുത്തെ തനത് മനുഷ്യരല്ല. മനസ്സിലായില്ലേ? ആരായി ഇവര്? മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും നാട് കടത്തപ്പെട്ട മനുഷ്യർ. കൊള്ളുകയല്ലാത്തവരെ നാട് കടത്തിയതാണെങ്കിൽ അവരാരായിരിക്കും? അതായത് ഒരു രാജ്യത്ത് ഒന്നിനും കൊള്ളുകയല്ലാത്തവരെ പിടിച്ചു കൊണ്ടുപോയി വേറൊരു രാജ്യത്ത് കൊണ്ട് നാട് കടത്തി വിട്ട കുറെ എണ്ണം കൂടിയിട്ട് അവരെന്ത് ചെയ്തു? അവരവിടുത്തെ തനത് മനുഷ്യരെ, അവരുടെ കൃഷിയിടങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തു. അവരുടെ ആടുമാടുകളെ മുഴുവൻ പിടിച്ചെടുത്തു. ഇവരുടെ ഭൂമിയെല്ലാം പിടിച്ച് ഇവരെങ്ങോട്ട് പോയി? പതുക്കെ നാടിനുള്ളിലേക്ക് കയറേണ്ടി വന്നു. അവരാണ് റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഗോത്രം. ഒരിക്കൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഈ റെഡ് ഇന്ത്യൻ ഗോത്ര തലവനോട് ഒരു കാര്യം അറിയിച്ചു. അതായത് നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന കൃഷിഭൂമിയും നിങ്ങളുടെ ആടുമാടുകളെയും മുഴുവൻ ഞങ്ങൾക്ക് തരിക. പകരം നിങ്ങൾക്ക് എന്ത് വേണം, കാശ് വേണേ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കത്തെഴുതി. ഇതിന് റെഡ് ഇന്ത്യൻ ഗോത്ര തലവൻ ഒരു മറുപടി കത്തയച്ചിട്ടുണ്ട്. ലോക പ്രശസ്തമായ ഒരു കത്താണ് പ്രസിഡന്റിന് കൊടുത്തത്. ഞങ്ങളുടെ നദികൾ സഹോദരിയാണ്, ഞങ്ങളുടെ മലകൾ സഹോദരന്മാരാണ്, ഈ കാണുന്നതെല്ലാം ഞങ്ങളുടെ സഹോദരന്മാരാണ്. അതിനെ എങ്ങനെയാണ് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുക? ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുമോ? ഞങ്ങളുടെ സഹോദരിയെ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുമോ? ഇവർക്ക് വിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഞങ്ങളെ തോക്ക് കൊണ്ട് കീഴ്പ്പെടുത്തുമെന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ഞങ്ങൾക്കിത് വിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കത്തുണ്ട്. ലോകപ്രസിദ്ധമായ കത്താണ്. അമേരിക്കക്കാർക്ക് മനസ്സിലാവുമോ എന്നതാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ നാളെ ഈ റെഡ് ഇന്ത്യൻ ഗോത്ര തലവന്മാർ, അവിടുത്തെ തനത് മനുഷ്യർ അവരുടെ ആത്മീയ ആയുധത്തിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്.
അമേരിക്കക്കാരെന്താണ് ഏതായുധത്തിൻ്റെയാണ് മൂർച്ച കൂട്ടുന്നത്? തോക്കിൻ്റെയും പീരങ്കിയുടെയൊക്കെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും. ഇവര് ആത്മീയ ആയുധത്തിൻ്റെ കരുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതിനായിരിക്കും അവസാനം അന്തിമ ജയം? ഈ കയറിയതിനൊക്കെ അവർ ഓടിക്കും. അതിൻ്റെ ശക്തി അവർ ആർജിച്ചുകൊണ്ടിരിക്കുക. ആത്മീയ ആയുധം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെപ്പോലെ തന്നെ ഒരു സംസ്കാരമുള്ള ഒരു സമൂഹമാണത്. പ്രകൃതിയെ കംപ്ലീറ്റ് ആരാധിച്ചുകൊണ്ട്, കംപ്ലീറ്റ് പ്രകൃതി മണ്ണിനെ ആരാധിക്കും, ഇടിയെ ആരാധിക്കും, മഴയെ ആരാധിക്കും, സൂര്യനെ ആരാധിക്കും, ചന്ദ്രനെ ആരാധിക്കും, എന്തിനേയും ആരാധനാഭാവത്തോടെ കാണും. അങ്ങനത്തെ ഉള്ള മനുഷ്യരാണ് നമ്മൾ. നമ്മൾക്ക് ഈ വിദേശികൾ വരുന്നതിന് മുമ്പ് ഒരു പേരുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പേര്? നമ്മുടെ രാജ്യത്തിനൊരു പേരുണ്ടായിരുന്നു, ഭാരതം എന്നാണ്. ഇപ്പം നമ്മളുടെ പേരെന്താണ്? ഇന്ത്യൻ. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയാമോ? അവരെന്തിനാണ് അങ്ങനെ വിളിച്ചെന്നറിയാമോ? നമുക്കൊരു പേരിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നമ്മൾ ഇന്ത്യൻസ് എന്നവർ വിളിച്ചു. എന്താണ് ഇന്ത്യൻ എന്ന് പദം കൊണ്ട് അവർ അർത്ഥമാക്കി വിളിച്ചെന്നറിയാമോ? എന്തിനാണ് നമ്മളെ ഇന്ത്യൻ എന്ന് വിളിച്ചിട്ട് നമ്മളെ പേരെടുത്ത് നമ്മുടെ തലയിൽ വെച്ചത്? നമുക്കൊരു പേരുണ്ടായിരുന്നില്ലേ? ഭാരതം എന്നൊരു പേരുണ്ടായിരുന്നു. പിന്നെന്താണ് ഇന്ത്യൻ നമ്മൾ വിളിച്ചപ്പോൾ അതെടുത്തത്? എന്നിട്ട് നമ്മളെന്താ പഠിപ്പിച്ച പുസ്തകത്തിലൂടെ? ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾ ഇന്ത്യൻ എന്നൊക്കെയല്ലേ പറഞ്ഞ് പഠിപ്പിച്ചേ. യഥാർത്ഥത്തിൽ അവർ വിളിച്ചത് എന്താണെന്ന് പറയും? കാടൻ എന്ന് വിളിച്ചതാണ്. മനസ്സിലായില്ലേ? അവര് അവിടുത്തെ തനത് മനുഷ്യരെ എന്ത് വിളിച്ചു? റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. എന്താ കാര്യം? നാട്ടു മനുഷ്യര്, കണ്ടതിനെ കാണുന്ന എല്ലാത്തിനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യര്, അവരെ കാടന്മാര് വിളിച്ചതാണ്. വെസ്റ്റ് ഇൻഡീസിൽ ചെന്നു. വെസ്റ്റ് ഇൻഡീസ് ചെന്നപ്പോൾ ഇത് തന്നെ കാണാം. മനുഷ്യരെല്ലാം കല്ലിനെയും മരത്തെയൊക്കെ ആരാധിക്കുന്നു, പൊട്ടനെയൊക്കെ പിടിച്ച് ആരാധിക്കുന്നു. അറിയാൻ പാടില്ലാത്ത എല്ലാത്തിനെയും ആരാധിക്കുന്ന ഒരു പാരമ്പര്യം. നമുക്കറിയില്ലെങ്കിൽ അതിനെ ആരാധിക്കുക. ഇത് കണ്ടപ്പോൾ അവർക്കെന്താ മനസ്സിലായ? കാടൻ. കാടൻ എന്ന് വിളിച്ച പേര് എടുത്ത് നമ്മുടെ തൊപ്പിയിൽ തൂവലാക്കിയതാണ് നമ്മൾ. യഥാർത്ഥ പേര് നമുക്കില്ലേ? ഭാരതത്തിലുണ്ടായിരുന്ന മൂല്യങ്ങളും അറിവുകളും ഒന്നും കവച്ചു വെക്കാൻ ഒരു രാജ്യത്തിനും പറ്റില്ല. പക്ഷേ അതെല്ലാം തമസ്കരിച്ചിട്ട് അതാണ് ശരിയെന്ന് വിചാരിച്ച് നമ്മളെടുത്ത് ചാടി. എന്തുകൊണ്ട്? അതിനകത്ത് ആഡംബരങ്ങളുണ്ട്. ആഡംബരത്തിൽ പെട്ടുപോയതാണ്. കാഴ്ചയിൽ ആഡംബരങ്ങളുണ്ട്. അതിൽ നമ്മൾ പെട്ടുപോയി, നമ്മളതിനകത്ത് വീണുപോയി എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളുടെ പേര് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം. ഇത് ഞാൻ ഏതിലോ ഞാൻ പറഞ്ഞിരുന്ന അത് എടുത്ത് രണ്ടാമത് ടെലികാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം മനസ്സിലായി ഇന്ത്യൻ എന്ന് പറഞ്ഞത് എന്താണ് എന്ന് പിടികിട്ടി. ആ പേര് തന്നെ നമ്മൾ എടുക്കുന്നത് എന്തിനാണ്? നമുക്ക് പേരുണ്ടെങ്കിൽ ആ പേരെടുക്കണ്ടേ? ഇപ്പോൾ ഒരാൾ എനിക്ക് ചോദിച്ചു അതെന്തിനാ അങ്ങനെ പേരെടുക്കണം? ഞാൻ ചോദിച്ചു, കൊയിലോൺ ഇന്നെന്താണ് പേര്? കൊല്ലമായില്ലേ? ട്രിവാൻഡ്രം എന്തായി? തിരുവനന്തപുരം ആയില്ലേ? ഇല്ലേ? ഓരോ നാടിൻ്റെയും പേര് നമ്മൾ ശരിയായ പേരിലേക്ക് മാറിയില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ കാലിക്കട്ട് എന്തായാലും കോഴിക്കോട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ പേര് ഭാരതമെന്ന് തന്നെ നമുക്ക് തിരിച്ചു കിട്ടണ്ടേ? തിരിച്ചു പിടിക്കേണ്ടത് പേര് നമുക്ക് വേണം. നമ്മുടെ പേര്, ഒറിജിനൽ പേര്. കാടൻ എന്ന് വിളിച്ചത് അവർക്ക് വിവരമില്ലാന്ന് വിളിച്ചതാണ്. അറിയില്ല. അവർക്ക് പ്രകൃതി എന്താണെന്ന് അറിയില്ല. പ്രകൃതി എന്താണെന്ന് അറിയില്ല. ഇനിയും അവർക്ക് അറിയാൻ പറ്റും. കാരണം ഒരിക്കൽ ഒരു അമേരിക്കയിൽ നിന്നും ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറെ കാണാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവർ എന്തൊക്കെ ചോദിച്ചത്, ഞങ്ങൾക്ക് ഓർഗാനിക് ഫുഡ് വേണം. ഞങ്ങളവിടെ ഓർഗാനിക് കൃഷി പ്രചരിപ്പിച്ചു. ഈ ഓർഗാനിക് കൃഷി ചെയ്ത് ഞങ്ങളുടെ മണ്ണ് നശിപ്പിച്ചു. ഇതെന്താ പറ്റിയേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഇതെന്താ പറ്റുന്നത്? ഓർഗാനിക് കൃഷി ചെയ്ത മണ്ണ് നന്നാകുകയല്ലേ വേണ്ടേ?
അതിന് പകരം ഞങ്ങളുടെ മണ്ണ് നശിച്ചു പോയിരിക്കുന്നു, സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്തപ്പോൾ നശിച്ചു പോയിരിക്കുന്നു, ഇതിനെന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൃഷി അറിയില്ല, നിങ്ങളുടെ ജീനിൽ നിന്നും കൃഷി പോയിട്ട് ഒരുപാട് വർഷമായി, അതുകൊണ്ട് നിങ്ങൾ ഇനി കൃഷി ചെയ്യണ്ട, നിങ്ങൾ കൃഷി ചെയ്യണ്ട, ഞാൻ പിള്ളേരെ വിട്ടു തരാം. അമേരിക്കയ്ക്ക് 6 മാസം അവിടെ നിന്ന് കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് ജൈവ ഭക്ഷണം ഉണ്ടാക്കിയത്. 6 മാസം അവർ വീട്ടിൽ പോയി. ഞാൻ പറയണ കാശ് കൊടുക്കും, ഞാൻ പറയണ ശമ്പളം കൊടുക്കും, ഞാൻ പറയണ കണ്ടീഷനിൽ ഞാൻ വിട്ടുതരാതെ ഞങ്ങൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലിട്ട് ട്രെയിനിങ് കൊടുത്ത് പാസ്സായ പിള്ളേരെ വിട്ടുതരാം. ഈ ഒരു കണ്ടീഷൻ, നിങ്ങൾക്ക് ജൈവ ഭക്ഷണം വേണം, നിങ്ങളുടെ ജീനിൽ നിന്നും കൃഷി പോയിരിക്കുന്നു. ഞങ്ങളുടെ ജീനിൽ പിള്ളേരുടെ കൃഷി പോയിട്ടില്ല, ഇപ്പോൾ പിടിച്ചെടുക്കാം, എടുത്തിട്ട് ശരിയാക്കി തരാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ പാരമ്പര്യങ്ങളുടെ മൂല്യങ്ങളെയൊക്കെ പിടിച്ചെടുത്ത് അനലൈസ് ചെയ്യണം. അതായത് നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിലേക്ക് കടന്നു ചെല്ലണം. എങ്ങനെ? അന്വേഷണ ബുദ്ധിയോടെ കടന്നു ചെല്ലണം, അല്ല തള്ളിക്കളയാനുള്ളതല്ലത്. അന്വേഷണ ബുദ്ധിയോടെ കടന്നു ചെന്നിട്ട് അതിനെ വേർതിരിച്ചെടുത്ത് അനലൈസ് ചെയ്ത് ശരി തെറ്റുകൾ എടുത്തിട്ട് കറക്റ്റ് ചെയ്യണം. ആചാരങ്ങളൊന്നും കളയാനുള്ളതല്ല. സകല ആചാരങ്ങളുടെയും പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒറ്റ എക്സാമ്പിളോട് പറഞ്ഞു, മണി എത്രയും 5 മിനിറ്റ്. ഒറ്റ എക്സാമ്പിൾ ഞാൻ ശബരിമലയിൽ എന്താ ഇഷ്യൂ? സ്ത്രീകൾ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നാണ്. സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കണില്ല. സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കണില്ലേ? ഇല്ലേ? കൊണ്ട് ആരെയൊക്കെ? 11 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോകാം, മെൻസസ് നിന്ന മുതിർന്നവർക്കും പോകാം. അപ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവിടെ ഇല്ല. പക്ഷെ അവർ പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉള്ളതാണ്. എന്തുകൊണ്ട് അങ്ങോട്ട് ഈ മെൻസസ് ആയവർ ആ പീരീഡിൽ കയറിക്കൂടാ? ഈ ഒരൊറ്റ കാര്യം അനലൈസ് ചെയ്താൽ മതി. എന്തുകൊണ്ട് കയറിക്കൂടാ? പുരുഷന്മാരെന്തിനാണ് ശബരിമലയ്ക്ക് പോകേണ്ടത്? പുരുഷന്മാർ പോകുന്നത് എന്തിനാണ്? അവർക്ക് തത്വമസി ആകാനാണ്, അതായത് ഈശ്വരനായി തീരാനായിട്ട് പോകുന്നു. ഇവർ കയറിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? സ്ത്രീകളുടെ ബോഡി ഡിമാൻഡ്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സാധനം നമ്മൾക്കില്ല. എന്താണ്? ബോഡി ഡിമാൻഡ് ചെയ്യും. സ്ത്രീകളുടെ ബോഡി സ്ത്രീകളല്ല ഡിമാൻഡ് ചെയ്യുക, അവരുടെ അണ്ടം ഡിമാൻഡ് ചെയ്യും. മനസ്സിലേക്ക് അതിൻ്റെ ഫെറമോണുണ്ട്, അത് ഡിമാൻഡ് ചെയ്യും. അത് ഡിമാൻഡ് ചെയ്താൽ പുരുഷന്മാരുടെ ലക്ഷ്യത്തിൽ അത് എത്തിക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് കേരളമെന്ന് പറയുന്നത്. ആചാരങ്ങൾ തെറ്റിക്കാനുള്ളതല്ല, കൃത്യമായ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്, രഹസ്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. അങ്ങനെ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് ബോധ്യം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും, ബോധ്യം എന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ പുതിയ തലമുറ ഒരു കാരണവശാലും കയറില്ല. അവർ ബോധ്യപ്പെടുന്നത് ഇന്നതാണ്. ആണായും പെണ്ണായും 2 ശരീരങ്ങളാണ്. ഈ ആണും പെണ്ണും തമ്മിലുള്ള കണ്ടുമുട്ടലിനെയാണ് സെക്സ് എന്ന് പറയുന്നത്. ആൺ ശരീരവും പെൺ ശരീരവും തമ്മിലുള്ള കണ്ടുമുട്ടൽ, ഇതാണ് സെക്സ് എന്ന് പറയുന്ന സാധനം. ഈ കണ്ടുമുട്ടൽ കേവലം ഒരു ശാരീരികമായ കണ്ടുമുട്ടലല്ല, അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും കണ്ടുമുട്ടലിനായുള്ള കണ്ടുമുട്ടലാണിത്. ഇതറിയണ പോലില്ല. പ്രകൃതി ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഒരു അണ്ടവും ബീജവും തമ്മിൽ ചേർന്ന് അനന്തര തലമുറയെ സൃഷ്ടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കണ്ടുമുട്ടൽ. അതുമല്ല, അണ്ടത്തിൻ്റെ ആത്മശരീരവും ബീജത്തിൻ്റെ ആത്മശരീരവും തമ്മിലുള്ള കണ്ടുമുട്ടലായി ഒരു പുതിയ ആത്മാവിനിടം, ഒരു ശരീരത്തിന് ഇടം കൊടുക്കാനായിട്ടുള്ള കണ്ടുമുട്ടലാണ്. ഇത് മനസ്സിലാകാതെ വരുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് നമ്മളുടെ. ഇതെല്ലാം കൂടി കണക്കിലാക്കിയിട്ടാണ് പണ്ടുള്ള മനുഷ്യർ എങ്ങനെയോ അത് തിരിച്ചറിഞ്ഞിട്ട് ഒരു ആചാരം വെച്ചിരിക്കുന്നത്. ആ ആചാരത്തിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യാനുള്ളതല്ലത്. ആ ആചാരങ്ങളിലേക്ക്
പതിനായിരക്കണക്കിന് വർഷമായി ചെയ്തു പോരുന്ന ആചാരങ്ങൾക്ക് അന്വേഷണ ബുദ്ധിയോടെ കടന്നു ചെന്ന് അതിന് വിവേചിച്ചെടുക്കണം. എടുത്തിട്ട് അങ്ങനെ ശരിയാകും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആശ്രമങ്ങൾ കഴിഞ്ഞു. ഇനി എന്താ പഠിക്കാൻ തുടങ്ങണ്ടേ? ഇനി ഒരു ശാസ്ത്രം പഠിക്കാൻ പോകും. ഒരു ശാസ്ത്രം, അതായത് ഉച്ച കഴിഞ്ഞ് വന്നിട്ട് 1 മണിക്കൂർ ഒരു ശാസ്ത്രം പഠിക്കാൻ പറ്റിയ സമയമല്ല ഉച്ച കഴിഞ്ഞ്, രാവിലെ തന്നെ പഠിക്കേണ്ടതാണ്. എങ്കിലും നമ്മളൊന്ന് തുടങ്ങി വെച്ചിട്ട് എക്സർസൈസ് ചെയ്തോ? എല്ലാവരും ചെയ്തിട്ട് എന്ത് തോന്നി? നല്ലതാണ് തോന്നിയില്ലേ? ശംഖുലി ചെയ്ത് നോക്കിയോ? സന്നിധാന ധ്യാനം ചെയ്തോ? സന്നിധാന ധ്യാനം ചെയ്താൽ ഓരോരുത്തരും അവരവരാരാണെന്ന് ബോധ്യം വരും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിലെ അറിവുകൾ താനെ അത് സന്നിധാന ധ്യാനം പഠിപ്പിച്ചില്ലേ? 5 ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ? പൊട്ടുകുത്തിയിട്ട് അല്ല, നിസ്കാരമുണ്ട്, നിസ്കാരം ചെയ്യണം. സന്നിധാന ധ്യാനം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതാണ്. ഇത് കോൺസെൻട്രേഷൻ അല്ല. അതായത് തിരുവനന്തപുരത്ത് നിന്നും വാനപ്രസ്ഥം ഓൺലൈൻ പഠിച്ച ഒരാൾ, ഇതിൻ്റെ പേരുമാണ്, വിളിച്ചു പറഞ്ഞു, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഈ സന്നിധാന ധ്യാനത്തിൽ പോകാൻ പറ്റില്ല സാറേ, എന്താ വഴിയെന്ന് എന്താ വഴി? ഞാൻ അത്രയുള്ള കാര്യം. അതായത് തിരുവനന്തപുരത്തല്ല ഇപ്പോൾ ഇരിക്കണേ ആണ് എങ്കിൽ സ്വന്തം വീടൊക്കെ ഓർമ്മയുണ്ട് കൊണ്ട് കണ്ണടച്ചിരുന്ന് സ്വന്തം വീട്ടിലൊന്നും വെച്ച് സ്വന്തം വീട്ടിൽ പോകാൻ പറ്റും. കണ്ണടച്ചിരുന്ന് ആ വീട് കാണാമോ? ആ വീട് കാണാം, വീടിൻ്റെ ഗേറ്റ് കാണാം, വീടിൻ്റെ ഡോറ് കാണാം, വരക്കുന്ന മുറികളൊക്കെ കാണാൻ പറ്റില്ലേ? ഇപ്പം അവിടെ പോയാൽ സ്വന്തം വീട്ടിൽ പോയി. സ്വന്തം പള്ളി ഓർമ്മയുണ്ട്, പള്ളി ഉണ്ട്. കണ്ണടച്ചിരുന്ന് സ്വന്തം പള്ളിയിലൊന്ന് വിളിച്ച് സ്വന്തം പള്ളി കണ്ടോ? മനസ്സിലായില്ലേ? കണ്ടു. എന്താ പ്രശ്നം? സ്വന്തം സ്കൂളിലൊന്ന് പോയി ഇനി സന്നിധാനത്തിൽ പോയിക്കണം, ഇനി സന്നിധാനത്തിൽ കിട്ടും. അപ്പൊ കണ്ണടച്ചിരുന്നിട്ട് സ്വന്തം സന്നിധാനത്തിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോവുക. അത് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് തൊടാം. ഇനി അതും ബുദ്ധിമുട്ടുള്ളവർക്കുണ്ടെങ്കിൽ ഒരു വിരൽ തൊട്ടുകൊണ്ട് വിരലിൻ്റെ തുമ്പത്ത് ശ്രദ്ധിക്കും. ഞാൻ തൊട്ടുകൊണ്ടേ അവിടെ ശ്രദ്ധിക്കുക. എന്തിനാ പൊട്ട് തൊടണമെന്നാണ് വിചാരിച്ചത്? ഭാരതത്തിൽ പൊട്ട് തൊടുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു? ഭാരതം മാത്രമാണ്, ലോകത്ത് ഭാരതം മാത്രമാണ് സ്ത്രീകളിൽ ആത്മജ്ഞാനം ഉയർത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഏക മതം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊട്ട് തൊടുന്നത്. ആ പൊട്ട് തൊടുന്നതിന് പകരം ആ സ്ഥലത്ത് പ്ലാസ്റ്റിക് പൊട്ടെടുത്ത് കുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? നല്ല സിന്ദൂരം കിട്ടുന്ന സിന്ദൂരം മുഴുവൻ കെമിക്കലാണ്. ഒരു അമ്പലത്തിലെയും ചന്ദനം പഠിച്ച് തൊടരുത്. കാരണം ചന്ദനം പഠിച്ച് തൊട്ട് വെള്ളപ്പാട്ട് പോയിട്ട് എൻ്റെ വന്നിട്ടുണ്ട്. കാരണം എന്താ? കെമിക്കൽ ചേർത്ത് അരച്ചെടുത്ത സാധനമാണ് ചന്ദനം. അമ്പലങ്ങൾ ദേവാലയങ്ങൾ പോലും ഇതുപോലെയുള്ള മലിനമായ സാധനങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് എടുക്കരുതെന്ന് പറയേണ്ടി വരും. വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി ഒരു ചാണക്കല്ല് അറിയാം. പലർക്കും ചാണക്കല്ല് അറിയില്ല. കാണാതെ 6-7 കോടിയെന്നും എന്ന് ആശ പാടിയിട്ടുണ്ട്. ചാണ എന്നതാണെന്ന് അറിയില്ല. ചാണക്കല്ല് കിട്ടും. ഗുരുവായൂർ അമ്പലത്തിൻ്റെ വാതിലിൽ ഇഷ്ടം പോലെ ലോറി കിടക്കിന് ചാണ കിട്ടും. ആ ചാണ മേടിച്ചിട്ട് ആ ചാണയിൽ ചന്ദനത്തിൻ്റെ മുട്ടി മേടിച്ച് ഒരച്ച് ആ ചന്ദനം തൊടാം. ഇതിന് ചന്ദനം തൊടാൻ പറഞ്ഞത് ചന്ദനത്തിനൊരു ഗന്ധമുണ്ട്. ആ ഗന്ധമാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഗന്ധം. ഇപ്പോഴത്തെ നമ്മുടെ ഗന്ധം എന്താ? ശരീരത്തിൻ്റെ ഗന്ധം എന്ന് പറയുന്നത് നാറ്റമാണ്. അത് മാറി സുഗന്ധം ഉണ്ടാക്കേണ്ട ജീവികളാണ് നമ്മൾ.
അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുമെന്നാണ് നമ്മൾ നോക്കണം. ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടോ, അതെങ്ങനെ കൊണ്ടുവരും, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ശാസ്ത്രമാണ് നമ്മൾ ഉച്ച കഴിഞ്ഞാൽ തുടങ്ങി. എന്നിട്ട് എക്സർസൈസ് ചെയ്യണം. എത്ര ഒരാൾ തിരികെ വന്നാലും എക്സർസൈസ് ചെയ്തിട്ട് വേദന പോയിരുന്നതാണ്, തോളിൻ്റെ വേദന വന്നു സാറ്, കുഴപ്പമില്ല, അത് വേദന ചെയ്തു വരുമ്പോൾ വീണ്ടും പോയിക്കൊള്ളു. ചെയ്യുക, എക്സർസൈസ് ചെയ്യുക. കാരണം മഴക്കാലം വരാൻ പോകുന്നു. ഇന്ന് ഞാൻ കണ്ടത്, ചേർത്തലയിൽ ബസ്സിൽ കയറുമ്പോൾ കണ്ടത്, മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ് ബാനറും പിടിക്കേണ്ട ഒരു ജാഥ പോകും. ജാഥ ഈ ബാനർ പിടിച്ചിട്ട് രണ്ടുപേരും രണ്ട് ബാനർ പിടിച്ചിട്ട് കുറേ ആൾക്കാർ നടന്നു. റോഡിൽ കിടക്കണ മാറ്റി നിങ്ങൾ ശുദ്ധീകരിച്ചോ ആരും ജാഥയൊന്നും നടത്തുന്ന കാര്യമില്ല. അത് വാരി വേണ്ട രീതിയിൽ കമ്പോസ്റ്റാക്കി മാറ്റിയാൽ പോലെ സ്വന്തം ശരീരത്തിനുള്ളിലെ മാലിന്യങ്ങൾ മാറ്റണം. എന്നതായിരിക്കും ഹോംവർക്ക് തരിക. സ്വന്തം ശരീരത്തിനുള്ളിലെ മാലിന്യം മഴ ശക്തിയായി വരുന്നതിന് മുമ്പ് മാറ്റിയിരിക്കണം. അല്ലെങ്കിൽ ഇത് ഒരു വൈറസ് ബാക്ടീരിയയൊക്കെ വന്നിട്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകും. കാരണം വൈറസ് എന്താണ്, അതിൻ്റെ ധർമ്മം എന്താണ്, അതിൻ്റെ ജോലി എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് പിടി കിട്ടും. മഴക്കാലം ആരംഭിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പകർച്ചവ്യാധികൾ വരിക, പകർച്ചവ്യാധികൾ വരുന്നത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഊണത്തിൽ ഇന്ന് ഊണില്ലെന്ന് പറഞ്ഞാൽ പൊട്ടിൻ്റെ സ്ഥാനം നോക്കി ഞാൻ അവരെടുത്ത് തീരുമാനിക്കും. പൊട്ട് തൊട്ടിരിക്കുന്ന സ്ഥാനം നോക്കി അവർ ഉയരുന്നോ താഴുന്നു. അത് നമ്മളൊരു അനാട്ടമിയും ഒരു ഫിസിയോളജിയും പഠിക്കും. MBBS പഠിക്കുന്ന അനാട്ടമിയും ഫിസിയോളജിയും അല്ല, നമ്മളുടേതായ ഒരു അനാട്ടമിയും ഫിസിയോളജി നമുക്കുണ്ട്. അതായിരിക്കും നമ്മൾ പഠിക്കുക. BNYS എന്ന് പറയുന്ന പ്രകൃതി ചികിത്സ പഠിപ്പിക്കുന്ന 5 വർഷം പഠിപ്പിക്കുന്നിടത്ത് പോലും അവരെടുത്തിരിക്കുന്ന അനാട്ടമി ഫിസിയോളജിയും MBBS പഠിക്കുന്ന അനാട്ടമി ഫിസിയോളജിയാണ്. അത് പഠിച്ചാൽ തീരുന്ന ഒന്നല്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വിശ്വമിതാനി ശരീരം. വിശ്വം, പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ് ഈ ശരീരം. നമ്മുടെ ഓരോ കോശങ്ങളും ഓരോ ശരീരമാണ്. കണ്ണും കാതും മൂക്കും വായും വയറും എല്ലാം ഉള്ള മനസ്സും ബുദ്ധിയും എല്ലാം ഒരു ജീവിയാണ് ഓരോ കോശവും. അതിനെങ്ങനെയാണ് ഇതൊക്കെ പഠിക്കാൻ പറ്റില്ല, പഠിച്ചത് പറ്റിയത് സാധിക്കും. എന്നാൽ നമുക്ക് നമ്മുടെ ജീവനെ പറ്റി പഠിക്കാൻ എളുപ്പമാണ്. ആ ജീവൻ്റെ നിയമങ്ങൾ പഠിച്ച് അത് നമുക്ക് പാലിക്കാൻ വളരെ എളുപ്പമുള്ള സാധനമാണ്. അതാണ് നമ്മൾ എടുക്കുന്ന അനാട്ടമി ഫിസിയോളജി. ജീവൻ്റെ അനാട്ടമി, സ്ട്രക്ചർ, ഫങ്ഷൻ, സ്വഭാവം, തലങ്ങൾ, അതിൻ്റെ തലങ്ങൾ, ജീവൻ്റെ തലങ്ങൾ, ജീവൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് പഠിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന അനാട്ടമി ഫിസിയോളജി മറ്റവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാധനം പഠിക്കും. ആർക്കും പഠിക്കാതെ മറ്റത് പഠിക്കാൻ പറ്റില്ല. ആദ്യത്തെ വർഷം MBBS പിള്ളേർ മുഴുവൻ ഇട്ടേക്ക് ഓടുന്നത് ഈ അനാട്ടമി ഫിസിയോളജി പഠിക്കുന്നത്. പഠിച്ചാലും തീരെയില്ലാത്ത ഒരു സാധനം. അപ്പോൾ നമുക്ക് ഭക്ഷണം എങ്ങനെയാണ് കൊണ്ടുവന്നവരെ കൊണ്ടുവന്നിട്ട് കഴിക്കുക, അല്ലാത്തവർ വേഗം പോയി കഴിച്ചിട്ട് അറിയുക.